കഴിയുന്നിടത്തോളം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കണം. ഭയപ്പെടാതെ നമുക്കങ്ങ് ജീവിക്കാം. നോക്കി ഇതും ഭാവിയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ക്രൈസ്റ്റ് ജീസസ് നമുക്ക് ധാരാളം കൃപയും അതുപോലെ തന്നെ എന്താണ് ഗ്രേസും, ദാറ്റ് മീൻസ് കൃപയാണ് ഗ്രേസ്, മേഴ്സിയും നമുക്ക് നൽകും. അണ്ടർസ്റ്റാൻഡിങ്ങും അദ്ദേഹം നമുക്ക് നൽകും. ആ അണ്ടർസ്റ്റാൻഡിങ് ഉപയോഗിക്കുക. രക്ഷ മാത്രമല്ല ക്രൈസ്റ്റ് ജീസസ് നമുക്ക് നൽകുന്നത്, ഭൂമിയിലായിരിക്കുമ്പോഴും നമുക്ക് നല്ല കാര്യങ്ങൾ ധാരാളം നൽകും. കാരണം എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് എവരി പെർഫെക്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഫാദർ ഓഫ് ലൈറ്റ്സ്. ഇവിടെ റെപ്രസെൻറ്റിങ് 3D in 2D. റെപ്രസെൻറ്റിങ് എന്താണ്? 3D in 2D. ഈ ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഒരു പെൻസിൽ ബോക്സ്, ഗ്യാസ് സിലിണ്ടർ, ടേബിള്, അതുപോലെ തന്നെ ബക്കറ്റ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതിന് തൊട്ട് മുമ്പേ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഇങ്ങോട്ടൊക്കെ ഇവിടെ നിന്ന് കിട്ടൂല, അതുകൊണ്ട് രണ്ടുപേർക്കും കാണാൻ പറ്റണം. അതുപോലെ തന്നെ സ്ക്വയർ, റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിളും കാണാൻ പറ്റും. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അപ്പോൾ സ്ക്വയർ, റെക്റ്റാങ്കിൾ, സർക്കിൾ, അതുപോലെ തന്നെ ട്രയാങ്കിൾ, സ്ക്വയർ, റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. കുറേ കാലത്തിന് ശേഷമുള്ള മഴയാണ്, അതുകൊണ്ട് ഈ മഴ അധികം കൊള്ളാതിരിക്കുക. ഇപ്പോൾ February 21 മനസ്സിലായില്ലേ? കുംഭമാസത്തിലെ മഴയാണ്, അതുകൊണ്ട് അധികം നനയണ്ട കേട്ടോ. ഉച്ചയിലേക്കുള്ള മഴ ആയിരിക്കാൻ നോക്ക്. ഇവിടെ നോക്ക്. അപ്പോൾ എന്താണ്? സ്ക്വയർ, റെക്റ്റാങ്കിൾ, അതുപോലെ തന്നെ സർക്കിൾ, ട്രയാങ്കിൾ, ഇതൊക്കെ എന്തിനെ കാണിക്കുന്നു? ഇതൊക്കെ 2 dimensional ഫിഗേഴ്സിനെ കാണിക്കുന്നു. നേരെ മറിച്ച് പെൻസിൽ ബോക്സ് എടുത്ത് നോക്കൂ, ഗ്യാസ് സിലിണ്ടർ എടുത്ത് നോക്കൂ, ടേബിൾ എടുത്ത് നോക്കൂ, ബക്കറ്റ് എടുത്ത് നോക്കൂ, അതൊക്കെ എന്തിനെ കാണിക്കുന്നു? 3 dimensional ഫിഗേഴ്സിനെ കാണിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിന് നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് 2 dimensional, ഏതൊക്കെയാണ് 3 dimensional നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും അല്ലേ. തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് 2 dimensional, ഏതൊക്കെയാണ് 3 dimensional അനലൈസ് ചെയ്യാൻ പറ്റും. നോക്കൂ, 2 dimensional ഏതൊക്കെയാണ്? സ്ക്വയർ, റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ. 3 dimensional ഒബ്ജക്റ്റ് ഏതാണ്? ക്യൂബ്, ക്യൂബോയിഡ്, സ്പിയർ, പ്രിസം. എന്താണ് ക്യൂബ്? ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്തും ഒരുപോലെ ഇരിക്കുന്നതിന് എന്ത് പറയാം? ക്യൂബ് എന്ന് പറയാം. എന്താണ് ക്യൂബോയിഡ്? ഒരു തീപ്പട്ടി പിന്നെ ബോക്സ് എടുക്കുക, അതായത് മാച്ച് ബോക്സ് എടുക്കുക. ആ മാച്ച് ബോക്സിനെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? ക്യൂബോയിഡാണ്. അതുപോലെ തന്നെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്പിയറാണ് അല്ലേ. എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റൗണ്ട് മാത്രമല്ല, സ്പിയറാണ് അല്ലേ. അതുപോലെ തന്നെ പ്രിസം അല്ലേ. പ്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിളിൻ്റെ 3 dimensional ഷേപ്പാണ് പ്രിസം. ഇവിടെ നോക്ക്, തൊട്ട് താഴെ നോക്കുമ്പോൾ ഡിഫറെൻറ്റ് സോളിഡ് ഷേപ്സ്. താഴെ എന്താണ് പറഞ്ഞേക്കുന്നത്? ക്യൂബോയിഡ്. ക്യൂബോയിഡ് എന്ന് വെച്ചാൽ എന്താണ്? ഈ 3 dimensional ഷേപ്പ് ഇൻ വെച്ച് ഈച്ച് ഓഫ് ദി ഫേസസ് ഈസ് എ റെക്റ്റാങ്കിൾ. ഓരോ ഫേസും റെക്റ്റാങ്കിളാണ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് എ റെക്റ്റാങ്കുലർ പ്രിസം. അപ്പം ക്യൂബോയിഡിൻ്റെ മറ്റൊരു പേരെന്താണ്? റെക്റ്റാങ്കുലർ പ്രിസം എന്നാണ്. ഇറ്റ് ഹാസ് 6 റെക്റ്റാങ്കുലർ ഫേസസ്. എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? 6 റെക്റ്റാങ്കുലർ ഫേസസ്, 12 എഡ്ജസ് ആൻഡ് 8 വെർട്ടിസസ്. ഏതൊക്കെയാണുള്ളത്? ഇറ്റ് ഹാസ് എ 6 റെക്റ്റാങ്കുലർ ഫേസസ്. 6 റെക്റ്റാങ്കുലർ ഫേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1, 2, 3, 4 അങ്ങനെ 6 റെക്റ്റാങ്കുലർ ഫേസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട്? 12 എഡ്ജസ് ഉണ്ട്. എഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ട് ഈ അരിക്, ഇതിനെ പറയുന്നവരാണ് അരിക്. കോൺ എന്ന് പറയും. 12 എഡ്ജസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട്? 8 വെർട്ടിസസ് ഉണ്ട്. 8 എന്തുണ്ട്? വെർട്ടിസസ് ഉണ്ട്. 8 വെർട്ടിസസ് ഉണ്ട്. ഇതിനെ പറയുന്നവരാണ് വെർട്ടിസസ്. ഇതിനെ പറയുന്നവരാണ് എഡ്ജ്. മാത്രമല്ല പിന്നെ ഈ ക്യൂബോയിഡ് ഹാസ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉണ്ട്. യുവർ ലഞ്ച് ബോക്സ്, ഷൂ ബോക്സ്, ലഞ്ച് ബോക്സ്, അതുപോലെ തന്നെ പിന്നെന്താണ് മാച്ച് ബോക്സ്, പിന്നെ അതുപോലെ ഷൂ ബോക്സ്, ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ മാച്ച് ബോക്സും വരുന്നുണ്ട്. ആർ എക്സാമ്പിൾസ് ദാറ്റ് ആർ ഇൻ ക്യൂബോയിഡ് ഷേപ്പ്. ഇനി ക്യൂബോയിഡ് ഷേപ്പിലുള്ള മറ്റൊരു കാര്യം നോക്ക്. ഒരു കാര്യം റിമെമ്പർ ചെയ്യണം. ദ ഫ്ലാറ്റ് സർഫസസ് ഓഫ് സോളിഡ് ഒബ്ജക്ട്സ് ആർ കാൾഡ് ഫേസസ്. ഫ്ലാറ്റ് ഇവിടെ എന്താണ് കാണിക്കുന്നത്? അപ്പോൾ എന്താണ്? ഫ്ലാറ്റ് സർഫസസ് ഓഫ് സോളിഡ് ഒബ്ജക്ട്സ് ആർ കാൾഡ് ഫേസസ്. 2 adjacent ഫേസസ് മീറ്റ് ടു ഫോം ആൻ എഡ്ജ്. എന്താണ് ഫേസ് എന്ന് പറയുന്നത്? ഫ്ലാറ്റ് സർഫസസ് ഓഫ് സോളിഡ് ഒബ്ജക്ട്സ് ആർ കാൾഡ് ഫേസ്. എന്താണ് ഫേസ്? ഫ്ലാറ്റ് സർഫസസ് അല്ലേ ഓ സോളിഡ് ഒബ്ജക്ട്സ് ആർ കാൾഡ് ഫേസസ്. 2 adjacent ഫേസസ് മീറ്റ് ടു ഫോം ആൻ എഡ്ജ്. 2 അടുത്തടുത്തുള്ള ഫേസ് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താവും? അതൊരു എഡ്ജായിട്ട് മാറും. 2 അടുത്തടുത്തുള്ള ഫേസ് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? അതൊരു എഡ്ജായിട്ട് മാറും. ദ എഡ്ജസ് മീറ്റ് അറ്റ് എ കോർണർ കാൾഡ് വെർട്ടെക്സ്. ഈ എഡ്ജസ് മീറ്റ് അറ്റ് എ കോർണർ കാൾഡ് എന്താണ്? വെർട്ടെക്സ് എന്ന് പറയും. മനസ്സിലായില്ലേ? ഒരു മാച്ച് ബോക്സ് ഇട്ടിരുന്നെങ്കിൽ പറഞ്ഞു തരാം. ഉണ്ടോ? ഇവിടെ നോക്ക്. ഇനി അടുത്ത നോക്ക്. ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചിത്രത്തിലേക്ക് നോക്ക്. കൈ മാറ്റേ. ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്തും ഒരുപോലെ ഇരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ക്യൂബ് എന്ന് പറയും. ത്രീ ഡയമെൻഷനൽ, ഇവിടെ നമുക്ക് ത്രീ ഡയമെൻഷനൽ എന്താണ് ഒബ്ജക്റ്റ് ഇൻ വിച്ച് ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ ഈക്വൽ. ഇൻ എ ക്യൂബ് ഓൺലി 6 ഫേസസ് ആർ സ്ക്വയേഴ്സ്. ദ ഡൈസ് യു പ്ലേ ഈസ് ക്യൂബ് ഇൻ ഷേപ്പ്. ഇറ്റ് ഹാസ് 6 സ്ക്വയർ ഫേസസ്, 12 എഡ്ജസ് ആൻഡ് 8 വെർട്ടിസസ്. അപ്പോൾ ഇത് പഠിച്ചോണം, ഇതിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇതിനാണ് എന്ത് പറയുന്നത്, ഡൈസ് എന്ന് പറയും. ഇതുണ്ട് ഇതിന്. അപ്പോൾ ഇതിനകത്ത് എത്ര ഫേസ് ഉണ്ടെന്ന് നോക്ക്, ഇവിടെ നോക്ക്. ഇറ്റ് ഹാസ് എന്താണ് കാണാമല്ലോ, ഇറ്റ് ഹാസ് 6 സ്ക്വയർ ഫേസസ്, 12 എഡ്ജസ് ആൻഡ് 8 വെർട്ടിസസ്. എന്താണ്, 12 എഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, 8 വെർട്ടിസസ് ഉണ്ട്. പ്രിസം മനസ്സിലായില്ലേ? പ്രിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെതാണ്, ട്രയാങ്കുലറിൻ്റെ ഒരു 3 ഡയമെൻഷണൽ ഫിഗറാണ് പ്രിസം എന്ന് പറയുന്നത്. 3 ഡയമെൻഷണൽ ഷേപ്പ് വിച്ച് ഹാസ് 2 ഐഡൻറ്റിക്കൽ ടോപ്പ് ആൻഡ് ബോട്ടം ഫേസസ്. ഐഡൻറ്റിക്കൽ ടോപ്പ് ആൻഡ് ബോട്ടം ഫേസസ് വിത്ത് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ് പാരലൽ. കറസ്പോണ്ടിങ് സൈഡ്സ് എന്താണ്, പാരലൽ. മനസ്സിലായില്ലേ? അതിനെ പറയുന്ന പേരാണ്. അപ്പോൾ നമുക്ക് ബോട്ടം ഫേസസ് വിത്ത് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ് പാരലൽ. അപ്പോൾ അവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന എന്താണ്, കറസ്പോണ്ടിങ് സൈഡ്സ് എന്താണ്, പാരലൽ. ഇവിടെ നമുക്ക് ദ പ്രിസം ഈസ് നെയിംഡ് ഓൺ ഈസ് ബേസ്. പ്രിസത്തിന് എന്താണ് പറയുന്നത്, ബേസിന്, ബേസ് എന്നുള്ള അർത്ഥത്തിലാണ് പ്രിസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നെയിം ചെയ്യുന്നത്. കുഴപ്പമില്ല. ദ പ്രിസം ഈസ് നെയിംഡ് ഓൺ ഈസ് ബേസ്. പ്രിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രിസത്തിന് ഒരു ബേസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ നമുക്കൊരു വീട് പണിയുമ്പോഴത്തേക്ക് നമുക്കൊരു ബേസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മളെന്താണ്, പിന്നെ ഒരു പ്രിസത്തിന് എന്തുണ്ട്, ഒരു ബേസ് ഉണ്ട്. ആ ബേസിൽ ഇപ്പം നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് വീല് അല്ലെങ്കിൽ ഒരു ടയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വണ്ടീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, ഉദ്ദിഷ്ട സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എത്തിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഒരു പ്രസത്തിന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റണമെങ്കിൽ ആ പ്രസത്തിന് എന്തുണ്ട്, ബേസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്താണ് പല കാര്യങ്ങളും നിലനിൽക്കുന്നത്. അപ്പോൾ ചോദിക്കും ഭൂമിയുടെ ബേസ് എന്താണ്. ഇങ്ങോട്ടേക്ക് മോനെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഇപ്പോഴത്തെ യുവാക്കളിൽ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരീശ്വരവാദമാണ്. നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തൊരു അനീശങ്ങളുള്ളത് അറിയാമല്ലോ. പുള്ളി അറിയുന്നത് പിന്നെന്താണ്, അതായത് ഒരു എത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെയ്ത്ത്ഫുൾ ക്രിയേറ്റർ ഇല്ല. അതായത് എന്താണ്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്താണ്, അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെത്താനെ ഉളവായി വരുന്നു എന്ന് പറയുന്ന ഒരു തിയറി. അല്ലെങ്കിൽ എന്താണ് എത്തിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ പറയുന്നവരാണ് എത്തിസ്റ്റ്. അവർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇതാണ്, എന്താണ്, ഭൂമിക്ക് അടിസ്ഥാനമുണ്ടോ? ഭൂമിക്ക് അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ, ഭൂമി അങ്ങനെ താഴെ മറ്റേ മേസരിയെ കൊണ്ട് നിർമ്മിച്ചാണ് വെച്ചേക്കുന്നത്. അവർ മെയിനായിട്ട് എടുക്കുന്നത് ഇയ്യോവിൻ്റെ പുസ്തകവും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളാണ്. അപ്പോൾ അവരോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ കണ്ണ് തുറന്ന് വായിക്കുക. സയൻസ് പഠിച്ചവരാരെങ്കിലും എങ്ങനെ പറയും, ഭൂമിക്കകത്ത് എന്തുകൊണ്ട്, ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിക്കുക, സയൻസോടെ പ്രത്യേകം അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഉടനെ ചെയ്യും. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫോഴ്സ് ഉള്ളത് അറിയാമോ, F=G(m1m2/r²). അതിനകത്ത് എല്ലാ ഉത്തരവുണ്ട്. ഇങ്ങോട്ടൊക്കെ ഭൂമി എങ്ങനെയാണ് നിൽക്കുന്നത്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ടാണ് നിൽക്കുന്നത്. എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്? എല്ലാ വസ്തുക്കളെയും പ്രപഞ്ചം അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കും. അതിനെയാണ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ച ആരാണ്? സർ ഐസക് ന്യൂട്ടനാണ് കണ്ടെത്തിയത്. അപ്പം ഭൂമിക്ക് അടിസ്ഥാനം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടോ? ഉണ്ട്, അതാണ് ഭൂമിയുടെ അടിസ്ഥാനം. അപ്പോൾ ചോദിക്കണം, ചന്ദ്രൻ എന്തുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന് വീഴുന്നില്ല, അതുപോലെ സൂര്യൻ എന്തുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന് വീഴുന്നില്ല? കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് തമ്മിൽ ഒരു ഡിസ്റ്റൻസും കീപ്പ് ചെയ്ത് ഇത്ര പരിധി വരെ വരാം, ഇത്ര പരിധി വരെ വന്നുകൂടാ എന്ന് നിർണ്ണയിക്കുന്നത്, ആ ഡിസ്റ്റൻസും അതിൻ്റെ ഫോഴ്സിൻ്റെ മാസിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡിനെ നിർണ്ണയിക്കുന്ന ആ മാസിൻ്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ആ ഡിസ്റ്റൻസുമാണ് എന്ത് നിർണ്ണയിക്കുന്നത്, ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് ഭൂമിയുടെ അടിസ്ഥാനം എന്നങ്ങ് പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? പ്രകൃതിയൊക്കെ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ആളല്ലേ, അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അപ്പോൾ പ്രകൃതിയും പ്രപഞ്ചത്തെയും മഴയെയും കാറ്റിനെയും സൂര്യനെയൊക്കെ നിലനിർത്താനായിട്ട് എന്താണ് ഒരു ഫെയ്ത്ത്ഫുൾ ക്രിയേറ്റർ ഇവിടെ നമുക്കെന്തുണ്ട്, അതായത് ഫോർബിഡൻ ഹി ഹാവ് കാൾഡ് ലിബർട്ടി. ദ ഫെയ്ത്ത്ഫുൾ എന്താണ് ക്രിയേറ്റർ ഉള്ളതുകൊണ്ടാണ് ഈ പ്രപഞ്ചം എന്ത് ചെയ്യുന്നത്, പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ് എക്സിസ്റ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വർത്ത് ക്രൈസിസ് മിനിസ്ട്രി നാമിനെ അടിമത്തിൽ കൂടിയും വരുത്. നമുക്ക് ഈ പ്രപഞ്ചത്തെ പ്രകൃതിയെ കാണുമ്പോഴത്തേക്ക് പ്രപഞ്ചം എന്താണ് ഫോർബിഡൻ ഹി ഹാവ് കാൾഡ് എന്താണ് പ്രപഞ്ചത്തിൻ്റെ ഭംഗിയുണ്ടല്ലേ, പ്രകൃതിക്ക് ഭംഗിയുണ്ടല്ലേ, മാത്തമാറ്റിക്കൽ ഷേപ്പിന് അതിൻ്റേതായ ഭംഗിയുണ്ടല്ലേ. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, എന്താണ് ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ ദി ഓക്കമണ്ടേ. പ്രകൃതിയെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഫെയ്ത്ത്ഫുൾ ക്രിയേറ്റർ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും ഭൂമിയുടെ അടിസ്ഥാനമാണ്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബേസ് എന്ന് പറയും. അതുപോലെ ഒരു പ്രസത്തിന് എന്തുണ്ട്, ബേസ് ഉണ്ട്. പ്രസത്തിന് ബേസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഫേസ് ഉണ്ട്. എന്തുണ്ട്,
ഫേസ് ഉണ്ട്, ബേസ് ഉണ്ട്, എഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ വെർട്ടെക്സ് ഉണ്ട്. ഇങ്ങോട്ട് നോക്ക്, ചിത്രത്തിലോട്ട് നോക്ക്. വെർട്ടെക്സ് ഉണ്ട്. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരിക്. വെർട്ടെക്സിനെ പറയുന്നവരാണ് അരിക്. മനസ്സിലായില്ലേ? മാത്രമല്ല ഇതിനെ പറയുന്നവരാണ് ഫേസ്. എന്താണ് ഫേസ്? ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖം. മനസ്സിലായില്ലേ? എന്താണ് ഫേസ്? ഫേസ് എന്ന് പറഞ്ഞാൽ മുഖം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എഡ്ജ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അരികെന്ന് പറയാം. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഒരു കോണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെയാണ് കോണെന്ന് പറയുന്നത്. കോൺ. ഇപ്പോൾ ഹിന്ദിയിൽ കോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അർത്ഥമാക്കുന്ന ആരെന്നാണ്. ചിലർ പറയില്ലേ കോനാരെന്ന് പറയത്തില്ലേ? കോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസീക്കൽ ടു ആര്. അപ്പോൾ ചില ആളുകൾ പറയും പേരെന്തോന്ന്? കോണാര്. മനസ്സിലായില്ലേ? കോണാരെന്നൊരു പേരില്ല, പക്ഷേ കോണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന ആരെന്നാണ്. അപ്പോൾ അതിന് പറയുമ്പോഴത്തേക്കും കോണാര് എന്ന് വെച്ചാൽ കോൺ ഇസീക്കൽ ടു ആരെന്നാണ് പറയേണ്ടത്. മനസ്സിലായില്ലേ? പറഞ്ഞത് മാറിപ്പോയി. അപ്പോൾ എഡ്ജ്, പിന്നെ അതുപോലെ ഫേസ്, വെർട്ടെക്സ്, ഇതാണ് ഏതിനുള്ളത്? പ്രസത്തിനുള്ളത്. ഈ പ്രസം നമുക്ക് ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് സൂര്യപ്രകാശം പ്രസത്തിൽ കൂടെ പോകുമ്പോഴത്തേക്കും സപ്തവർണ്ണങ്ങളായിട്ട് മാറും. എന്താണ് സപ്തം? സപ്തം എന്ന് വെച്ചാൽ 7 വർണ്ണങ്ങൾ. സംഗീതത്തിൽ 7 സ്വരങ്ങളുള്ളതുപോലെ പിന്നെ പ്രകാശത്തിന് 7 വർണ്ണങ്ങളുണ്ട്. എന്തുണ്ട്? പ്രകാശത്തിന് 7 വർണ്ണങ്ങൾ. 7 വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ് ഉണ്ട്. അത് പ്രസത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് 7 വർണ്ണങ്ങളായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ പിരമിഡ്. പിരമിഡ് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇതിനെയാണ് എന്ത് പറയുന്നത്? പിരമിഡ്. പിരമിഡ് എന്ന് വെച്ചാൽ ട്രയാങ്കുലർ പിരമിഡ് ഉണ്ട്, റെക്റ്റാങ്കുലർ പിരമിഡ് ഉണ്ട്. എന്താണ് ട്രയാങ്കുലർ പിരമിഡ്? ഈ പിരമിഡിൻ്റെ ബേസ് ഒരു ട്രയാങ്കിളിൻ്റെ ആകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന ഒരു ട്രയാങ്കുലർ പിരമിഡ്. അവിടെ എന്തുണ്ട്? ട്രയാങ്കുലർ ബേസ് ഉണ്ട്. ഇനി നേരെ മറിച്ച് റെക്റ്റാങ്കുലർ പിരമിഡ് ആണെങ്കിൽ അവിടെ എന്തുണ്ട്? റെക്റ്റാങ്കുലർ പിരമിഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ കഴിയും? വെർട്ടെക്സ് കാണാൻ കഴിയും. അതുപോലെ ലാറ്ററൽ ഫേസ്. ലാറ്ററൽ എന്ന് പറഞ്ഞതാണ് ചരിഞ്ഞ ഫേസ്. അതുപോലെ തന്നെ അവിടെ എന്ത് കാണാൻ പറ്റും? ഹൈറ്റ് കാണാൻ പറ്റും, പൊക്കം കാണാൻ പറ്റും. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ആ വലിയോള ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് ഒരു അങ്കിൾ ഇങ്ങനെ ഒരു പൊക്കം, ജിറാഫിൻ്റെ അത്രയൊന്നും പൊക്കം ഇല്ലെങ്കിൽ ഇങ്ങനെ പൊക്കത്തോടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ കലയ്ക്കാണ്. ആ അങ്കിളൊക്കെ ബസ്സിനകത്തോട്ട് കയറുവാണെങ്കിൽ ബസ്സിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അങ്കിളിൻ്റെ തല ബസ്സിനോട് എന്ത് ചെയ്യും? മുട്ടാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ബസ്സിൽ കയറുമ്പോഴത്തേക്കും തല ഇങ്ങനെ അല്പം മടക്കി വയ്ക്കേണ്ടി വരും. ഇല്ലെങ്കിൽ തല എവിടെ കയറി ഇടിക്കും? അവിടെ മച്ചിൻ്റെ വണ്ടയിൽ കയറി ഇടിക്കും. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഗിരീഷ് ബാബു അങ്കിളുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അച്ചൂട്ടൻ എന്ത് ചെയ്തു? ഗിരീഷ് ബാബു അങ്കിളുടെ മറ്റേ അവിടുത്തെ ഒരു അപ്പൂപ്പൻ ഉണ്ടല്ലോ, മില്ല് നടത്തുന്ന അപ്പൂപ്പൻ, ഇദ്ദേഹം ഗ്രില്ല് പൊട്ടിയത് അറിഞ്ഞുകൂടെ അതൊക്കെ ചെന്ന് കയറി കൊടുത്തപ്പോഴത്തേക്കും ജനുവരി 18-ാം തീയതി ഒരു ചെറിയൊരു പിന്നെ ഇത് കിട്ടി. അതൊക്കെ ഭേദപ്പെട്ടു കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസമാണ് മറ്റേ വിളപ്പിശാല വിസ്മീർ എന്ന് പറയുന്ന അങ്കിളിന് ശ്വാസം മുട്ടലായിട്ട് അഡ്മിറ്റ് ചെയ്തപ്പോഴത്തേക്കും ചികിത്സ നിഷേധിച്ച് പിന്നെ അത് വലിയ വൈറൽ വാർത്തയായത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അത് മറ്റൊരു വീഡിയോ പറയാം. ഡോക്ടർമാരുടെ ഉടായ്പ എന്താണെന്നും ചികിത്സാ നിഷേധവും മെഡിക്കൽ നെഗ്ലിജൻസസ് എന്നുള്ളത് അധികം താമസിയാതെ പറയാം. അപ്പോൾ അതുപോലെ ട്രയാങ്കുലർ പിരമിഡ്, റെക്റ്റാങ്കുലർ പിരമിഡ്. ഇതെന്താണ്? റെക്റ്റാങ്കിൾ. എന്താണ് റെക്റ്റാങ്കിൾ? റെക്റ്റാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും, ബ്രെഡ്ത്തും ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ബേസ് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിലാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? റെക്റ്റാങ്കുലർ പിരമിഡ്. നമ്മൾ പർവ്വതങ്ങളിലോട്ടൊക്കെ നോക്കുമ്പോൾ ഈജിപ്തിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ രാജാക്കന്മാരെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? ഈ പിരമിഡാണ്. അതായത് പിന്നെ മമ്മി എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അമ്മയെ മമ്മി എന്ന് വിളിക്കേണ്ട കാര്യമില്ല. മമ്മി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഡെഡ് ബോഡി എന്നാണ്. നമ്മൾ ഒരു മനുഷ്യനും ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. സംഗതി മരണം പ്രകൃതിയിലും പ്രപഞ്ചത്തിലൊക്കെ ഉണ്ടെങ്കിലും ഇന്നുവരെ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു വിഷയമാണ് ഏതാണ്? മരണം. എന്താണ്? മരണം. അതുപോലെ തന്നെ രോഗ്യം, അനാരോഗ്യം, അതുപോലെ തന്നെ ഡിപ്രഷൻ, കപ്രഷൻ, ഇങ്ങനെയുള്ളതൊന്നും ഒരു മനുഷ്യനും ഇഷ്ടമുള്ളതല്ല. മനുഷ്യനെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനേ നോക്കുള്ളൂ, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ പറയുന്നവരാണ് മരണം. ഈ മരണം മനുഷ്യൻ്റെ എനിമി എന്നാണ്. ബൈബിൾ പറയുന്നത് എന്താണ്? ലാസ്റ്റ് എനിമി ടു ബി ഡിസ്ട്രോയ്ഡ് ഈസ് ഡെത്ത് എന്നാണ്. അത് മാത്രമല്ല ഡെത്ത് ഈസ് swallowed up in victory എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഡെത്ത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ തകർക്കപ്പെടും. പക്ഷേ അതിനൊരു സമയമുണ്ട്. അതുകൊണ്ടാണ് അതിന് ഒരു എന്താണ് ക്രൈസിസ് ആൻഡ് ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ് എന്ന് പറയുന്നത്. ഈ മരണത്തിന് എന്തുണ്ട്? ഒരു അന്ത്യമുണ്ട്. അപ്പം ഈജിപ്തിലെ ആളുകൾ മരിച്ച കഴിഞ്ഞ ശേഷം അവരെ അടക്കം ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പിന്നെ ഭരണി പോലത്തെ ഒരു പിരമിഡ്, ആകാശം മുട്ടുന്നത് പോലെ തോന്നിക്കുന്ന ഒരു പിരമിഡിനകത്താണ് ഇയാളെ കൊണ്ട് അടക്കം ചെയ്യുന്നത്. വല്ല ആവശ്യമുണ്ടോ? നമ്മളൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു കുഴിയെടുത്തിട്ട് എന്ത് ചെയ്യും? ഇത്തിരി പ്രാർത്ഥിച്ച് ഏതെങ്കിലും ചവപ്പട്ടി മേടിച്ചിട്ട് എന്ത് ചെയ്യും? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15 അതുപോലെ തന്നെ കുറച്ച് വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് പണ്ട് ശ്രീനിവാസൻ ഒരു പള്ളിയിൽ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടില്ലേ? അതായത് പിന്നെ ഹലോ മൈ ഡിയർ റോങ് നമ്പറിൽ ശ്രീനിവാസൻ അങ്കിളില്ലേ, ഒരു പള്ളിയിൽ അച്ഛനായിട്ടാണ് അഭിനയിച്ചത്. അതിൽ പുള്ളിക്കാരോട് ഡെഡ് ബോഡീനെ എന്താണ് അതായത് ഇപ്പോൾ ചില ആളുകൾ ഇംഗ്ലീഷ് പറയത്തില്ല, ക്രിമേഷൻ, അങ്ങനെ ഒരു ഡെഡ് ബോഡി അടക്കുന്നുണ്ട്. ഒരു ലോഹയ്ക്ക് കിട്ടുമെന്ന് ശ്രീനിവാസൻ അപ്പോൾ പിന്നെ അറിയാമല്ലോ, അപ്പോൾ ഒന്ന് അടക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ അടക്കും അല്ലേ? എവരാണെങ്കിൽ ഏതിലടക്കും? പിരമിഡിലടക്കും. ആ പിരമിഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പിരമിഡ് പലതരത്തിലുണ്ട്. ട്രയാങ്കുലർ പിരമിഡ് ഉണ്ട്, ഇങ്ങോട്ടൊക്കെ റെക്റ്റാങ്കുലർ പിരമിഡ് ഉണ്ട്. ഇനി അടുത്തൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ. എന്താണ് ഈ സിലിണ്ടർ എന്ന് പറയുന്നത്? കൂടെ
സിലിണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തമ്പി സാറൊക്കെ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഈ സിലിണ്ടർ. തമ്പി സാറിന് അറിയാമല്ലോ. ആ തമ്പി സാറൊക്കെ എനിക്കിതുപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ കണക്ക് പഠിപ്പിച്ച ഒരു ഗുരു ആണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചെറുമക്കളൊക്കെ പിന്നെ കുഞ്ഞു വാവകളാണ്. അദ്ദേഹം അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഉള്ള കുഞ്ഞു വാവേനെ എങ്ങനെ എടുക്കണമെന്നുള്ള പുള്ളിക്ക് ഇതാണ്. കാരണം മൂത്ത മോളുടെ കുഞ്ഞു വാവ എടുക്കണോ ഇളയ മോളുടെ കുഞ്ഞു വാവ എടുക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. മനസ്സിലായി? ഇങ്ങോട്ടൊക്കെ എനി ഹൗ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. സിലിണ്ടർ എന്താണ്? സിലിണ്ടർ സിലിണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫ്ലാറ്റ് ഫേസ് ആണ്. സിലിണ്ടറിൻ്റെ ഫേസ് എന്താണ്? ഫ്ലാറ്റാണ്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരന്ന ഫേസാണ്. ഒരു സംശയം നമുക്ക് മനസ്സിനകത്ത് ഒതുക്കും. നമ്മുടെ എർത്ത് ഫ്ലാറ്റാണോ റൗണ്ടാണോ? തീർച്ചയായിട്ടും എന്തല്ല, ഫ്ലാറ്റ് അല്ല. പിന്നെന്താണ്? റൗണ്ടാണ്. എർത്ത് ഈസ് റൗണ്ട് എന്ന് മാത്രമല്ല സ്പിയറാണ്. അതാണ് ഓരോ കരയിലും. അത് ഒരിക്കലും ഏതെങ്കിലും ഒരു ഗ്ലോബ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരായിരുന്നു. നമ്മൾ ഇവിടെ കാണുന്ന കാലാവസ്ഥയും ഇവിടെ കാണുന്നതായിട്ടുള്ള ആസ്പെക്ട്സും അല്ല എവിടെയുള്ളത്, നോർത്ത് ഇന്ത്യയിലുള്ളത്. പോയതുകൊണ്ടറിയാം. അങ്ങനെ പോയില്ലായിരുന്നു എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇവിടെയുള്ളതിൻ്റെ എൻ്റർലി ഒന്നും വേണ്ടല്ലോ മോനെ. ട്രിവാൻഡ്രത്ത് തന്നെ പല സ്ഥലങ്ങളിലും പല ക്ലൈമറ്റും പിന്നെന്താണ് അതത് സ്ഥലങ്ങളിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് വ്യത്യസ്തവും, അതുപോലെ തന്നെ അവിടുത്തെ ജോഗ്രഫിക്കൽ നേച്ചറും അവിടുത്തെ മൃഗജാലങ്ങളും അവിടുത്തെ പക്ഷിജാലങ്ങളും അതുപോലെ തന്നെ പല ആസ്പെക്ട്സും എന്താണ്, ഡിഫറൻ്റാണ്. അത് എർത്ത് സ്പിയർ ആയതുകൊണ്ടാണ്. പിന്നെ ഭാഷകൾക്ക് വ്യത്യാസമുണ്ട്. നമ്മളിവിടെ സംസാരിക്കും പോലെയാണോ തെലുങ്കിലുള്ള ആളുകൾ സംസാരിക്കുന്നത്? അല്ല. അവിടെ ചെന്നിട്ട് നമ്മളെന്ന് പറയണേ, എൻ്റെ പൊന്നണ്ണാച്ചി എനിക്ക് കുറച്ച് ആപ്പിൾ തരണേന്ന് പറഞ്ഞാൽ പറയും, ഇയാൾ പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ലടേ, ഇത് എന്തോന്ന് ഭാഷയുടെ ഇത്. അപ്പോൾ ഞാൻ മലയാളിയാ, ഇത് മലയാളമാണോ, അങ്ങനെ ഒരു ഭാഷയുണ്ടോ? അങ്ങനെ ചോദിക്കില്ലെങ്കിലും അവർക്കത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. മനസ്സിലായില്ലേ? അത് എർത്ത് സ്പിയർ ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴത്തേക്കും ഭൂമിയെ അങ്ങനെ ഡിവൈഡ് ആക്കിയത് ആരാണ്? ഫെയ്ത്ത്ഫുൾ ക്രിയേറ്റർ ഡിവൈഡ് ആക്കിയിട്ട് ആളുകളെ ചിതറിച്ച് കളഞ്ഞു ബാബേൽ ഗോപുരത്തിന് ശേഷം. അങ്ങനെയാണ് ഓരോ മനുഷ്യർക്കും ഓരോ ഭാഷ വന്നതും ഓരോരുത്തരും ഓരോ റൈസായിട്ടും ലാംഗ്വേജ് ആയിട്ടും മാറിയത്. ഇല്ലെങ്കിൽ എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ കൂടിയിരിക്കുമായിരുന്നു. പക്ഷേ അവരെല്ലാം വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒന്നിച്ച് കൊണ്ടുവരും. അത് പിന്നത്തെ കാര്യം. നമുക്കിപ്പോൾ ഇങ്ങോട്ട് നോക്കാം. ഈ സിലിണ്ടറിന് എന്തുണ്ട്? ഫ്ലാറ്റ് ഫേസ് ഉണ്ട്. ഉണ്ടോ? ഫ്ലാറ്റ്. അതുപോലെ തന്നെ കർഡ് ഫേസ് ഉണ്ട്. കർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളഞ്ഞത്. എർത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എർത്തിൻ്റെ ഈ ഉരുണ്ട രൂപത്തിന് എന്താ പറയും? കർവേച്ചർ എന്നാണ് പറയുന്നത്. എന്താ പറയും? അതിനെ കർവ് എന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് നോക്ക്. നമ്മുടെ മൂക്ക് നോക്കുക, ഒരു കർവല്ലേ നോക്ക്. മൂക്ക് ഇങ്ങനെ മറ്റേ പിന്നെ ജോമെട്രി ബോക്സിനകത്ത് മറ്റേ സ്കെയിൽ ഒട്ടി വെച്ചതുപോലെ ഇങ്ങനെ വടിവാള പോലെയാണ് ഇരിക്കുന്നത്. അല്ലല്ലോ. എനിക്ക് പിന്നെ ആളുകൾ ഇങ്ങനെ വെച്ചാൽ പോരെ. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നുമല്ല മൂക്കിരിക്കുന്നത്. മൂക്ക് എങ്ങനെ മറ്റേ തടി പോലെയാണ് ഇരിക്കുന്നത്. അല്ലല്ലോ. മൂക്കെന്ന് പറഞ്ഞാൽ ഒരു കർവേച്ചർ ഉണ്ട്. അതിനെയാണ് കർവേച്ചർ എന്ന് പറയുന്നത്. ഈ കണ്ണെന്ന് പറയുന്നതും 3D ആണ്. അതിൻ്റെ ഒരു കർവേച്ചർ ഉണ്ട്. അല്ലാതെ മറ്റേ ഫോട്ടോയിൽ ഒട്ടിക്കും പോലെ മറ്റേ മനസ്സിലായില്ലേ? പിന്നെ ഒന്നാമത് മൂങ്ങേര കണ്ണ് പോലെയൊന്നുമല്ല. അത് ഒരു കർവേച്ചറിലായിരിക്കുന്നു. മനസ്സിലായില്ലേ? ഒരു സ്പിയറിൻ ഷേപ്പിൻ്റെ ആകൃതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ മറ്റേ കപ്പയ്ക്ക് വെട്ടിയിട്ടതുപോലെ കയറി ഇരിക്കുക അല്ലാതെ. മനസ്സിലായില്ലേ? അപ്പോൾ അത് അങ്ങനെയുള്ള ഈ വളവുള്ളതിനെയാണ് എന്ത് പറയുന്നത്? കർഡ് ഫേസ് എന്ന് പറയും. എന്ത് പറയും? കർവ്. നമ്മളൊരു വീല്, നമ്മുടെ സ്കൂട്ടറിൻ്റെ വീൽ എങ്ങനെയാണ്? നേരെ മറ്റേ അരിവാള പോലെയാണ് ഇരിക്കുന്നത്. അല്ലല്ലോ. സ്കൂട്ടറിൻ്റെ വീൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? വളഞ്ഞാണ് ഇരിക്കുന്നത്, ഉരുണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഉരുണ്ടാലല്ലേ വണ്ടി മൂവ് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? ഇല്ലേ പിന്നെ സ്കൂട്ടറിനെ നമ്മളെടുത്ത് തോളിച്ച് ഹൈലാസാന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടി വരും. അതിനാണ് സ്കൂട്ടർ വാങ്ങിക്കുന്നത്. എങ്ങനെയാണ്? സ്കൂട്ടറിനെയും കൂടെ നമ്മൾ നോക്കണം. അതാ സ്കൂട്ടർ നമ്മളെയാണ് നോക്കേണ്ടത്. ഇനി നമുക്ക് ബോട്ടം എഡ്ജ്. ഇതെന്താണ്? ബോട്ടം എഡ്ജ്. അപ്പം ഈ നമ്മളെ സിലിണ്ടറിൻ്റെ താഴെയുള്ളതിനെന്ന് പറയും ബോട്ടം എഡ്ജ്. ഒന്നും വേണ്ട മോനെ, നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള ഈ ടാങ്ക് എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിൻ്റെ ആകൃതി പോലെയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ വലിയോള വീട്ടിലും ഉണ്ടല്ലേ, 2 ഉണ്ട്. അപ്പോൾ അവിടെ എന്താണ്? ഒരു സിലിണ്ടറിൻ്റെ ആകൃതിയിലാണ് അത് ഇരിക്കുന്നത്. ഉണ്ടോ? ഇതിനെ പറയുന്ന പേരാണ് കർവേച്ചർ. ഇതിനെ പറയുന്ന പേരെന്താണ്? ടോപ്പ് എഡ്ജ്. ഇതിനെ പറയുന്ന പേര് ബോട്ടം എഡ്ജ്. ഈ അടിയിൽ മറ്റേ മണിയപ്പനങ്ങളൊക്കെ വന്ന് ഫിറ്റ് ചെയ്യത്തില്ലേ അടിയിൽ, അതിനെയാണ് ഫ്ലാറ്റ് ഫേസ് എന്ന് പറയുന്നത്. ഇതെന്താണ്? നമ്മൾ ടാങ്കിൽ വെള്ളം ഉണ്ടാടേ എന്ന് നോക്കാം. മറ്റേ പഴയ പരസ്യം ഓർമ്മയില്ലേ? ആ ബക്കറ്റ് എടുത്ത് മാറ്റി ഗ്രാഫീൻ ബക്കറ്റ് പിടിയടേ, അയലത്തെ ബക്കറ്റ് എന്ന് പറഞ്ഞ് തലയാട്ടുന്ന പരസ്യമില്ലേ? ബെഞ്ഞാറമുടസ്വരായി എന്തരടേ വാ ആ ബക്കറ്റ് എടുത്ത് മാറ്റി ഗ്രാഫീൻ ബക്കറ്റ് എടുത്ത് പിടിയടേ. കണ്ടോ നോക്ക്. അപ്പോൾ ആ പറഞ്ഞേക്കുന്ന അങ്കിള് കണ്ടാണ്ട് അടപ്പെടുത്ത് മാറ്റിയല്ലേ പിടിക്കുന്നത്. ഈ അടപ്പിനെ പറയുന്ന പേരെന്താണ്? ടോപ്പ് എഡ്ജ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെന്ത് പറയും? ഫ്ലാറ്റ് എഡ്ജ്. ഇത് എപ്പോഴും ഓർത്തിരിക്കണം. ഇനി കോൺ. എന്താണ് കോൺ? കോണെന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും വേണ്ട. നിങ്ങളുടെ ആനിവേഴ്സറി സമയത്ത് കോൺ ഐസ്ക്രീം കഴിച്ചങ്ങ് ഓർത്താൽ മതി. ഈ കോണിന് എന്തുണ്ട്? മേളിൽ ഒരു വെർട്ടെക്സ് ഉണ്ട്. എന്തുണ്ട്? വെർട്ടെക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കർഡ് ഫേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കർഡ് എഡ്ജ്. കർഡ് എന്താണ്? എഡ്ജ് ഉണ്ട്. എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വെർട്ടെക്സ്. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോണാണ്. ഒറ്റ കോണേ ഉള്ളൂ. അതുപോലെ തന്നെ ഒന്ന് മതിയല്ലോ, ഫ്ലാറ്റ് ഫേസാണ്. ഫ്ലാറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ താഴെ ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഫ്ലാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരന്നതായിട്ടാണ് ഇരിക്കുന്നത്. വീണ്ടും ഞാൻ ഒരു കാര്യം പറയുന്നത്, നമ്മുടെ എർത്ത് എന്തല്ല? പരന്നതല്ല. എർത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചപ്പാത്തി പോലെ അല്ല ഇരിക്കുന്നത്. എർത്ത് എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ് ഇരിക്കുന്നത്? ഫുട്ബോൾ പോലെയാണ് ഇരിക്കുന്നത്. വലിയൊരു ഫുട്ബോൾ പോലെ ഇരിക്കുന്നുണ്ട്. ആ ഫുട്ബോളിൻ്റെ മണ്ടയിൽ ഓരോ ഭാഷയിലുള്ള ആളുകളും ഓരോ ദേശത്തുള്ള ആളുകളും ഇങ്ങനെ എറുമ്പിനെ പോലെ ഇങ്ങനെ പഠിച്ച് ജീവിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ എർത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരന്നും കിടക്കുന്ന കാര്യമല്ല.
കടലിലോട്ട് നമ്മൾ പോകുമ്പോഴേ ഇങ്ങോട്ടൊക്കെ കുറേ ദൂരം പോകുമ്പോഴത്തേക്ക് ഒരു ഭാഗം അപ്രത്യക്ഷമായി വരും. എന്തുകൊണ്ടാണ്? എർത്ത് സ്പിയർ ആയതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്തതായിട്ടുള്ള ഒരു തൊപ്പി, മോൻ്റെ എന്ന് മാത്രമല്ല പല കുട്ടികളുടെയും ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു തരം കോണ് പോലത്തെ ഒരു തൊപ്പി വെച്ചിട്ട് കുഞ്ഞ് ബാ 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 എന്ന് പറയും. അപ്പോൾ അങ്ങനെ വയ്ക്കുന്നത് എന്താണ്? ഒരു കോണാണ്. അത് കോൺ ഓർക്കാനായിട്ട് ഇന്ന് ഓർത്താൽ മതി. പിന്നെ ചില ആളുകൾ ഐസ്ക്രീം എന്ന് പറയത്തില്ലേ, അതും കോൺ ഐസ്ക്രീം ഏത് രൂപത്തിലായിരിക്കുന്നത്? ഒരു കോണിൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. 13ാമത്തെ ബർത്ത്ഡേ ആണെങ്കിലും ഇനിയിപ്പം നമ്മൾ കൊച്ചു പിള്ളേരെ ഇത് കോണിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതൊക്കെ ഓർക്കണമല്ലോ. ഈ സാധാരണ പിള്ളേരെ മണ്ണിൽ ചില ആളുകൾ പഴയ പാട്ടൊക്കെ കേട്ടില്ലേ, കുഞ്ഞു വയ്ക്കുന്നല്ലോ നല്ല നാളിൽ പിറന്നാൾ. അപ്പോൾ ആ പാട്ടിലൊക്കെ പാടുമ്പം മോഹൻലാലോ എം ജി ശ്രീകുമാർ ഇങ്ങനെ തലയിൽ തൊപ്പി വയ്ക്കും പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ആ ബർത്ത്ഡേക്കുള്ള പിന്നെ സമയത്താണ് ഇത് സാധാരണ കാണുന്നത്. ഇങ്ങോട്ടോ, ഇനി അടുത്ത സ്പിയർ. ഇനി സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെസ്റ്റ് എക്സാമ്പിൾ ഇതാണ് സ്പിയർ. നമുക്ക് ചുറ്റും കാണുന്ന പലതിനെയും നമുക്ക് വേണമെങ്കിൽ സ്പിയറായിട്ട് എടുക്കാം. ഓറഞ്ച്, ആപ്പിൾ, ഫുട്ബോൾ, അത് ഇത് എന്ന് വേണ്ട, കച്ചി, പണ്ടത്തെ ചില ആൾമാർ ഇങ്ങനത്തെ ഒരു തരം ഈ കുപ്പിച്ചില്ല് പോലത്തെ ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ തെറപ്പിച്ച് ഇങ്ങനെ കളിക്കുമായിരുന്നു. അതിനെ കച്ചി കളി എന്ന് പറയും. പിന്നെ ചില ആൾ പിന്നെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസിനൊക്കെ കൈകാര്യം ചെയ്യും. അതൊക്കെ സ്പിയറായിട്ട് വരും. എന്തിനു മോനെ? നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലോബ്, അതുപോലെ തന്നെ പിന്നെ ഉരുണ്ടതായിട്ടുള്ള ഏതാണ്ട് സർഫസ്, ഈ ചപ്പാത്തിയുടെ മാവ് കഴിച്ചിട്ട് നമ്മളിങ്ങനെ ടപ്പൊന്ന് അടുക്കി വയ്ക്കില്ലേ പൊറോട്ടക്കരയൊക്കെ അടിക്കുമ്പോൾ, ആ രൂപത്തിലാണ് നമ്മളെ ഭൂമി ഇരിക്കുന്നത്. അതിനെയാണ് സ്പിറോയിഡ് എന്ന് പറയുന്നത്. എന്താണ് സ്പിറോയിഡ്? ഇത് എന്താണ്? സ്പിയറാണ്. സ്പിയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര കറണ്ട് സർഫസ് ഉണ്ടെന്ന് നോക്കൂ. ഒറ്റ കറണ്ട് സർഫസേ ഉള്ളൂ. അവിടെ പ്രത്യേകിച്ച് ഒരു വെർട്ടെക്സ് എന്ന് പറയാനായിട്ടില്ല. ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഈ ചിത്രത്തിൽ കാണുമ്പോൾ 238ാമത്തെ പേജിൽ നമ്മൾ വായിക്കുമ്പോൾ താഴെ കാണുന്നതെല്ലാം എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനെ മൊത്തം പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഒരു നെഹ്റുവിനെ കുട്ടുമോൻ്റെ കയ്യിലോട്ട് എടുപ്പിച്ചു തന്നു കഴിഞ്ഞാൽ താടിയില്ലാത്ത നെഹ്റുവിന് വരെ വേണമെങ്കിൽ താടി അടിച്ചു വയ്ക്കും. നെഹ്റു അങ്ങനെ ഇത് കണ്ടിരുന്നെങ്കിൽ നെഹ്റു പറയും, എൻ്റെ പൊന്ന് കുട്ടുമോനെ എന്നെ ഈ കോലത്തിലാക്കിയാടേ എന്ന് പറഞ്ഞു. മനസ്സിലായി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനാണ് അത് അടിച്ച് വെക്കേണ്ടത്. അപ്പം ഞാനായിട്ട് പറയുന്നില്ല, അത് സോഷ്യൽ മീഡിയയിൽ പലരും താടി വെക്കാറുണ്ട്. ഇനി വേണമെങ്കിൽ ഒക്കെ വെച്ച് പിണറായി വിജയൻ്റെ ഡാൻസും പാട്ടൊക്കെ ഇപ്പോഴേ സുരേഷ് ഗോപിയുടെ ഇത് തന്നെ ആളുകൾ വെച്ച് ചെയ്തു തുടങ്ങി. മനസ്സിലായില്ലേ? ശരിക്കും അയാളെയാണ് ട്രോൾ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? എനിക്ക് പിണറായി വിജയനോട് ഒരു വിരോധമില്ല. പക്ഷേ അയാളുടെ ഈ ജനവിരുദ്ധ നയങ്ങളും പിന്നെ അംഗൻവാടി ജീവനക്കാരോട് ചെയ്തതും മറ്റേ പോലീസിൽ PSC ലിസ്റ്റിൽ വന്നവരെ എടുക്കാത്തതും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. മുസ്ലിം പ്രീണനവും. അതുകൊണ്ട് തീർച്ചയായിട്ടും അയാൾക്ക് വിരോധമായിട്ട് ഇനിയും പല യൂട്യൂബേഴ്സും വീഡിയോ ചെയ്യുകയും ചെയ്യും, അയാളെ മുട്ടിലിറക്കുകയും ചെയ്യും. എന്തുകൊണ്ട് കോൺഗ്രസിനോട് താല്പര്യമില്ല കേട്ടോ. അത് മറ്റൊരു ഡേഞ്ചറസാണ്. ദാറ്റ് മീൻസ് മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന VD സതീശിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾക്കുള്ള സപ്പോർട്ടാണ്. അതുകൊണ്ട് കോൺഗ്രസ് നോട്ട് ചെയ്യാതിരിക്കുക. മനസ്സിലായില്ലേ? ഞാൻ മോൻ്റെ അടുത്തല്ല പറയുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യൻ പൗരന്മാരോട് പറയുന്നത് കോൺഗ്രസിനും നോട്ടയ്ക്ക് വോട്ട് ചെയ്താലും ഈ BJPക്ക് വോട്ട് ചെയ്താലുള്ള പ്രശ്നം എന്താണ്? വടക്കേ ഇന്ത്യയിലെ പാസ്റ്റർമാരെയും കുടുംബങ്ങളെയൊക്കെ ആക്രമിക്കുന്നില്ല. അതുകൊണ്ട് അവർക്കൊരു ഭാരമാണ്. അതുകൊണ്ട് അവർക്കും നമുക്ക് വിശ്വസിച്ച് ഒരു പാർട്ടിക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ നിൻ്റെ അച്ചാച്ച ഉണ്ടല്ലോ, അവിടെ പണ്ട് ഇലക്ഷൻ ഏതോ ഒരാൾ വന്നപ്പോഴത്തേക്ക് ഒരു തോർത്തം കണ്ടെടുത്ത് കൊടുത്തുന്നു. വേറെ പണിയില്ലേ? ഈ കോൺഗ്രസ്സുകാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാക്കില്ല. ഈ കോൺഗ്രസ്സുകാർ കാരണമാണ് ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ ഡിവൈഡ് ചെയ്ത് മുസ്ലിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട്. കാരണവശാലും എനിക്ക് കോൺഗ്രസിനോട് നിശേഷം താല്പര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അവിടുത്തെ അനീഷങ്ങൾ ചെയ്ത പോലെ ഒരു 4ാമത്തെ പാർട്ടി, ഒരു ആം ആദ്മി പാർട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നോക്കാം. ഇപ്പം അനീഷങ്ങൾ അതിൻ്റെ അംഗമല്ല പോലും. പോട്ടെ, ഇങ്ങോട്ട് വരാം. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതിൽ എന്താണ് ഈ ഒരു ഏതാണ്ട് TV ഈ നീല പെയിൻ്റ് അടിച്ച് വെച്ചുകൊണ്ട് ഇത് എന്താണെന്ന് പോലും എനിക്കിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഊഹാപോഹം കൊണ്ട് വേണമെങ്കിൽ ഒരു TVയോ മാച്ച് ബോക്സായിട്ട് ഞാൻ എടുക്കാം, അല്ലാതെ വേറെ നിർവാഹമില്ല മോനെ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു മാച്ച് ബോക്സ്. മനസ്സിലായില്ലേ? കാരണം ചില ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് മനസ്സിലായില്ലേ? മീശ ഇല്ലാത്ത വ്യക്തിക്ക് എന്നാൽ അടിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു താടി അടിച്ചോടും. ഇതൊരുമാതിരി മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? നല്ല അടിപൊളി താടി വരച്ചു കൊടുക്കും. താടി വരയ്ക്കേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ വരയ്ക്കുമ്പോൾ ഒരു സ്റ്റൈലിഷായിട്ട് വരയ്ക്കാൻ നോക്കണേ. പിന്നെ മാച്ച് ബോക്സ്, പിന്നെ അതുപോലെ നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്, അതുപോലെ തന്നെ പന്ത്, ഇതെല്ലാം 3Dയുടെ എക്സാമ്പിളാണ്. പിന്നെ ഇതെന്താണ്? ഇത് ക്യാരറ്റാണ് തോന്നുന്നല്ലേ? ഞാൻ വിചാരിച്ചത് മോം പെയിൻ്റ് അടിച്ചിരിക്കുന്നത്, കണ്ടാൽ വടിവാളെന്ന് വിചാരിക്കും. ഇത് ക്യാരറ്റ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ഇത് പേരയ്ക്കാണെന്ന് തോന്നുന്നല്ലേ? പിന്നെ അതുപോലെ ഇത് ടാങ്ക്, ഇതുപോലെ തന്നെ ഡൈസ്, ഇതെല്ലാം 3D പിക്ചേഴ്സാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇതെന്താണ്? ഇത് ഉരുട്ടി കളിക്കാനുള്ള ഏതൊരു സാധനം. ഇത് സാധാരണയായിട്ട് എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്? നിൻ്റെ അച്ഛമ്മയെ പോലത്തെ ആളുകൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും മറ്റേ അടിയിൽ വെക്കാനുള്ള ഒരു തരം വീലുണ്ട്, ആ ഒരു സുന. അതായത് ഈ സാധനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടിയും പ്രമാണമൊക്കെ എത്ര കാലം വേണമെങ്കിലും എത്ര ദൂരം വേണമെങ്കിലും ഉരുട്ടിക്കൊണ്ട് പോകാൻ പറ്റും. ഞാനൊക്കെ വടക്കേ ഇന്ത്യ പോയ സമയത്ത് ഇതേപോലത്തെ പെട്ടി ഇവിടുന്നേ കൊണ്ടുപോയി, പ്രത്യേകിച്ച് ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റി.
കാരണം യാത്രിയും കൃപയാ ധ്യാൻ ദീജി എന്ന് പറയുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യും, നമ്മൾ അപ്പുറത്തൂടെ കെട്ടി ചുമന്നിട്ട് ബാക്കി ഉരുട്ടിക്കൊണ്ടുപോകും. ഇങ്ങനെ ഒരു വീലുള്ളത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഇത് നമുക്ക് റോഡിൽ എപ്പോഴും കാണാൻ പറ്റും. ട്രാഫിക് പോലീസുകാർ മിക്കറും ഇങ്ങോട്ട് കടക്കരുത് എന്ന് പറഞ്ഞ ആളുകൾ വരട്ടാൻ വേണ്ടി വെച്ചേക്കുന്നത്. പിന്നെ ഇതിന് എന്ത് പറയും, ഇത് പർവ്വതം എന്ന് പറയും. എന്ത് പറയും? പർവ്വതം കാണണമെങ്കിൽ എൻ്റെ പൊന്നു എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരവളം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടങ്ങ് പോവുക. അങ്ങോട്ട് പോകുമ്പോൾ എർത്ത് ഫ്ലാറ്റാണ്, ഒരു കാരണവശാലും എർത്ത് ഫ്ലാറ്റ് അല്ല, എർത്ത് റൗണ്ടാണ്. ഒരു കാരണവശാലും അതെന്തല്ല, ഫ്ലാറ്റ് അല്ല. മനസ്സിലായില്ലേ? അവിടുത്തെ ജോഗ്രഫിക്കൽ ക്ലൈമറ്റ് അല്ല ഇവിടെയുള്ളത്. ഇവിടുത്തെ റീജിയനും അവിടുത്തെ റീജിയനും വ്യത്യസ്തമാണ്. നമ്മളൊക്കെ ഉറുമ്പിനെ കാളും ചെറുതാണ്. ഭൂമിയെ ഒരു വലിയ ഒരു പിന്നെ സ്പിയറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ അത്ര പോലും ഉണ്ടോ എന്ന് സംശയമാണ്. വളരെ ചെറിയ ആളുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഈ പർവ്വതങ്ങളെ കാണണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ പോകണമെങ്കിൽ നമ്മൾ നേരെ പിന്നെ കൊല്ലം ജില്ലയിലോട്ടോ തെന്മലയിലേക്കോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പർവ്വതങ്ങൾ കാണാം. അല്ലെങ്കിൽ ചെയ്യേണ്ടത് കരകുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ കരകുളം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പം ബസ്സിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ സൈഡിലോ ഓട്ടോയുടെ സൈഡിലോ ഹെലികോപ്റ്ററിൻ്റെ സൈഡിലോ എവിടെ ഇരുന്നാലും ഇടത്തും വലത്തും നേരെ അങ്ങ് നോക്കിയാൽ മതി. നമ്മളല്ല വണ്ടി ഓട്ടിക്കുന്നെങ്കിൽ സുഖമായിട്ട് അങ്ങോട്ട് നോക്കിക്കോ, ഫോട്ടോ എടുത്തോ, വേണമെങ്കിൽ ഒരു കോപ്പി എനിക്ക് ഇവിടെ അയച്ചു തന്നു. അവിടെ കാണുന്നതിന് എന്താ പറയുന്നത്, പർവ്വതങ്ങളെന്ന് പറയും. അതായത് പർവ്വതങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഓറോളജി. അത് 3 ഡയമെൻഷണൽ ഷേപ്പാണ്, സൂക്ഷിച്ച് നോക്ക്. ഇനി അതുപോലെ തന്നെ ഈ കാണുന്നതിന് എന്താ പറയാം, ഇതിനെ ഒരു 3 ഡയമെൻഷണൽ പിക്ചറായിട്ട് എടുക്കും. ഒരു പ്രിസം പോലെയാണ് ഇതിരിക്കുന്നത്, ഒരു പിരമിഡ് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അതിനൊരു ബേസ് ഉണ്ട്, അതിന് നിൽക്കണമെങ്കിൽ ഒരു ബേസ് ഉണ്ട്. പിന്നെ എങ്ങനെ അത് പിന്നെ ആകാശത്തിൽ ഇങ്ങനെ പറന്ന് കിടക്കും? അപ്പോൾ അതിന് ഇരിക്കണമെങ്കിൽ ഒരു ബേസ് വേണ്ടേ, അതിനൊരു കാല് വേണ്ടേ? നമുക്ക് കാലുള്ളതുകൊണ്ടല്ലേ നടക്കാൻ പറ്റുന്നു. അപ്പോൾ കാലെന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസാണ്. അത് മാത്രമല്ല നമ്മുടെ ബോഡിയുടെ ഫുൾ വെയിറ്റ് താങ്ങുന്ന ഏതാണ്? കാലാണ്. അതുകൊണ്ടാണ് കാലിന് അതിൻ്റേതായ പ്രൊട്ടക്ഷൻ. പിന്നെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും ചില ആളുകൾ കാലാട്ടലെന്ന് പറയുകയാണെങ്കിലും അതിൽ ഡോക്ടർ രാജേഷ് കുമാറിൽ അത്ര കാര്യമില്ല. കാരണം കാലാട്ടുമ്പം ആട്ടണ്ടെന്ന് അങ്ങനെ പറയുന്നില്ല, എന്നാൽ ആട്ടണമെന്ന് പറയുന്നില്ല. അങ്ങ് ആട്ടെന്ന് പറഞ്ഞാൽ അങ്ങ് സർക്കസാരെ പോലെ ആട്ടാനല്ല, ചെറുതായിട്ടൊക്കെ ആട്ടാം. അങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ ഈ മുട്ടിൻ്റെ ഇവിടുത്തെ സൈനോവിൽ ഫ്ലൂയിഡ് വർദ്ധിക്കും. മനസ്സിലായില്ലേ? അതൊരു എക്സസൈസ് പോലെയാണ്. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്തിട്ട് കുറച്ച് റെസ്റ്റ് കൊടുക്കുക, പിന്നെ ആട്ടുക. അപ്പം മുട്ട് തേയ്മാനം എന്ത് ചെയ്യും, അധികം വരാതെ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമുക്കൊരു 55 വയസ്സായിരുന്നാലും അല്ലെങ്കിൽ 65 വയസ്സായിരുന്നാലും ഓടിച്ചാടി നമുക്ക് മലയൊക്കെ പെട്ടെന്ന് കയറാൻ പറ്റും. അപ്പോൾ ഹെൽത്ത് കീപ്പ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊക്കെ VS ആച്ചാണെന്ന് 102. അപ്പോൾ അതുപോലെ നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസ്, മനുഷ്യൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? മനുഷ്യന് ജീവിക്കണമെങ്കിൽ ബ്രെയിനും ഹാർട്ടും എല്ലാം വേണം. എങ്കിലും മനുഷ്യന് മൂവ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ബേസ് ഉണ്ട്. അതായത് കാലിൻ്റെ പല ഭാഗങ്ങളിൽ മുട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ മുട്ടിന് ബലം എന്ത് ചെയ്യണം? നമ്മൾ പിന്നെ കയറ്റത്തിലും ഇറക്കത്തിലും ധാരാളം നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ കാഫ് മസിൽ അധികം സ്ട്രെങ്ത്ത് പ്രാപിക്കും. കാഫ് മസിൽ സ്ട്രെങ്ത്ത് പ്രാപിച്ചാൽ അഥവാ മുട്ടിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിലും, സുരേഷ്കയുടെ പ്രശ്നം ഇത് എന്തുണ്ട് കാര്യം, നമുക്ക് ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചില കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്ക്, ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഏതാണ് ഓർമ്മ വരുന്നത്? ഒരു ഹെക്സഗണാണ് അല്ലേ? ഒരു ഹെക്സഗണിൻ്റെ 6 സൈഡുള്ള ഹെക്സഗണിൻ്റെ ഒരു രൂപമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതൊരു സ്ക്വയർ പിരമിഡിൻ്റെ രൂപമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നത് പ്രസമാണ്. എന്ത് പ്രസമാണിത്? ഇതൊരു ട്രയാങ്കിളിൻ്റെ 3 ഡയമെൻഷണൽ രൂപമാണ് ഈ പ്രസം. മാത്രമല്ല അതൊരു 3 ഡയമെൻഷണൽ പിക്ചറാണ്. മനസ്സിലായില്ലേ? എന്തായാലും സ്ക്വയർ പ്രസമാണെന്നില്ല, ഒരു റെക്റ്റാങ്കുലർ പ്രസം പോലെയാണ് ഇരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഡയമെൻഷൻ ഇവിടുത്തതും കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? അതിനൊരു തീർച്ചയായിട്ടും ഒരു ബേസ് ഉണ്ട്. ആ ബേസിലാണ് നിൽക്കുന്നത്. ഇപ്പം ഒരു പിന്നെ വണ്ടി നിൽക്കുന്ന ഏതിലാണ്? വീലിലാണ്. മനുഷ്യൻ നിൽക്കുന്ന ഏതിലാണ്? കാലിലാണ്. ഒരു കെട്ടിടം നിൽക്കുന്നത് പിന്നെന്താണ്? അതിൻ്റെ അടിസ്ഥാനത്തുള്ള ഈ കരിങ്കല്ലിൻ്റെയൊക്കെ പുറത്താണ്. അതിനാണ് ബേസ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതിന് പറയുന്ന പേരെന്താണ്? സിലിണ്ടറിൻ്റെ എക്സാമ്പിൾ ഏതാണ്? മനുഷ്യൻ്റെ വീട്ടിൽ കാണപ്പെടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ടെറസിൽ കാണപ്പെടുന്നതുള്ള വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? സിലിണ്ടറിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇതെന്താണ്? കോൺ. 558. എൻ്റെ പൊന്നു മോനെ, 365 എന്ന് പറയുമ്പോൾ തന്നെ 1 വർഷമായി. അപ്പം 365ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് 300ൻ്റെ ഇരട്ടി എത്രയാണ്? 600. 65ൻ്റെ ഇരട്ടി 130. 600, 130, 730. അപ്പോൾ 700 ഏകദേശം ഒരു വർഷത്തിന് 2 വർഷത്തിന് ഇടയ്ക്ക് വരും. എത്രാമത്തെ എപ്പിസോഡെന്ന് കാണിക്കാനല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില TV പ്രോഗ്രാം തുടങ്ങിയിട്ട് എത്രാമത്തെ എപ്പിസോഡെന്ന് അവർ കാണിക്കുമ്പം 558 എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എത്രയാണ്? ഫോർ എക്സാമ്പിൾ, ഈ മൗനരാഗം എന്ന് പറയുന്നത് അയാൾ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി പിന്നെ 2055 ആയിരുന്നാലും മൗനരാഗം തീരത്തില്ല. മനസ്സിലായി? അപ്പോൾ അതൊരു നീണ്ട കഥയാണ്. അപ്പോൾ ആളുകൾ പറയുമ്പം ഇത് എത്രയാണ്? 1,00,000 എത്രയും എപ്പിസോഡ് ആയടെ എന്ന് പറയും. മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു
ഒരു കഥയ്ക്കകത്ത് ഒരു മെസ്സേജും കുറച്ച് കോമഡിയും സംതിങ് കൊടുക്കണം. ചുമ്മാ ഒരു ഹൊറർ മാത്രമാകല്ലോ, കുറച്ച് ഗുണപാഠങ്ങളാകാം. 1623 ഏതെങ്കിലും കോമഡി നടന്മാരെയും കൂടെ കൊണ്ട് എന്തെങ്കിലും അവതരിപ്പിക്കും, അവർക്കൊരു ചാൻസ് കൊടുക്കണം. മനസ്സിലായി? ഒരുപാട് വർഷം 558 എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് 1.5 വർഷം അടുപ്പിച്ചെന്നാണ് കാണിക്കുന്നത്. ചില കാര്യങ്ങൾ നമുക്കൊരു മാത്തമാറ്റിക്കൽ ഒരുതുണ്ടായിരിക്കണം. ഇപ്പം വഴികളിൽ കൂടെ പോകുമ്പോൾ സ്കൂട്ടറിൽ നമുക്ക് വഴി ആരും പറഞ്ഞു തരാനില്ല, പക്ഷേ മനസ്സിനകത്ത് നമുക്കൊരു ഫിസിക്കൽ മാപ്പ് ഉണ്ടാവും. ഞാൻ അങ്ങനെയാണ് ഒരു വിധം നമുക്ക് ഇന്നിടത്തോടെ പോയി ഇന്നിടത്ത് എത്തും എന്നൊരു ഐഡിയ വെച്ചാണ് പണ്ട് 600 ആണെങ്കിൽ 1 വർഷം ആയിട്ടില്ല, ഏകദേശം 2 വർഷം ആകാനായിട്ട് കുറച്ചും കൂടെ ഉണ്ട്, കുറച്ച് മാസങ്ങളും കൂടെ കാത്തിരിക്കുന്നതാണ്. അതുപോലെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനകത്തൊരു ഐഡിയ ഉണ്ടാവും. അതുപോലെ നെറ്റ് ഡയഗ്രാം ഓഫ് 3D ഒബ്ജക്ട്സ്. ഇനി 3D ഒബ്ജക്ട്സിൻ്റെ നെറ്റ് ഡയഗ്രാമാണ് ഈ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? നെറ്റ് ഡയഗ്രാം ഓഫ് 3D ഒബ്ജക്ട്സ്. പുസ്തകം വലിച്ച് കീറി വെച്ചേക്കുന്ന കോലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായില്ലേ? പിന്നെ മറ്റൊരു കാര്യം, നെറ്റ് ഡയഗ്രാം ഓഫ് 3D ഒബ്ജക്ട്സ്, അതിൻ്റെ ആ അനുഭവങ്ങളാണ് ഈ കാണുന്നത്. നെറ്റ് ഡയഗ്രാം ഓഫ് ക്യൂബ്. ഒരു ക്യൂബിനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ കാണിക്കുന്നത്. ഒരു ക്യൂബിനെ നിവർത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. നെറ്റ് ഡയഗ്രാം ഓഫ് എ ക്യൂബോയിഡ്. ക്യൂബോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? അതായത് തീപ്പെട്ടി പെട്ടി. ആ തീപ്പെട്ടി എന്ന് പറയുന്നത് എന്താണ്? മാച്ച് ബോക്സ്. അതിനെ പറയുന്നവരാണ് ക്യൂബോയിഡ്. അതുപോലെ തന്നെ നെറ്റ് ഡയഗ്രാം ഓഫ് ട്രയാങ്കുലർ പ്രിസം. ഇങ്ങോട്ട് നോക്കുമോനെ, പുള്ളിങ് ഡൗൺ ഓഫ് ഈ ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ ആസ് ഫ്രീ കോലമാണ് ഈ കാണുന്നത്. ചില പറയത്തില്ല അതിൻ്റെ കോലമാണ്ടേ കാണുന്നത്. ഇങ്ങോട്ട് നോക്ക്, നെറ്റ് ഡയഗ്രാം ഓഫ് ട്രയാങ്കുലർ പ്രിസം. ട്രയാങ്കുലർ പ്രിസത്തിന് നമ്മൾ ഒരു പെട്ടിയും പ്രമാണമൊക്കെ വെച്ചേക്കുന്നതിനൊക്കെ അടർത്തി വിടർത്തി അതിന് ഈ ഒരു ഫോമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒറിജിനൽ രൂപം ഒരു പേപ്പർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന രൂപത്തിൽ അതിൻ്റെ തനതായ ഒറിജിനൽ ഫോമിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ രൂപം. നെറ്റ് ഡയഗ്രാം ഓഫ് പെൻറ്റഗണൽ പ്രിസം. എന്താണ് പെൻറ്റ? പെൻറ്റ എന്ന് വെച്ചാൽ 5. ഈ അമേരിക്കയിൽ പെൻറ്റഗൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് നമ്മളെ ഡൊണാൾഡ് ട്രംപാണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡൻറ്റ്. അയാളെ പറ്റി പറയുന്നത് ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ ഈ അയാളുടെ എല്ലാ നയങ്ങളും എന്തല്ല, ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ ചില മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ മറ്റ് രാഷ്ട്രങ്ങളെ ഇസ്ലാമികവൽക്കരിക്കുക അല്ലെങ്കിൽ ലോകം മൊത്തം ഇസ്ലാമികമാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനെ തടയിടുക എന്നുള്ളത് നല്ലതാണ്. അപ്പോൾ ട്രംപ് ഇന്ത്യക്ക് അനാവശ്യമായ ടാക്സ് ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ ചില നയങ്ങൾ, അതായത് പെട്രോളിനൊക്കെ കൂടുതൽ വില ഈടാക്കുകയും ഓയിലിനൊക്കെ പ്രൈസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ആ നയങ്ങളോട് യോജിപ്പില്ല. അപ്പം അമേരിക്കയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പെൻറ്റഗൺ എന്ന് പറയും. എന്താ പറയും? പെൻറ്റഗൺ. എവിടെയെങ്കിലും ആരെങ്കിലും ആക്രമിക്കുമ്പോഴത്തേക്കും പിന്നെ അമേരിക്കയുടെ പെൻറ്റഗണിനെയാണ് ആക്രമിക്കാൻ ആളുകൾ ശ്രമിക്കുന്നത്. കാരണം അവിടെ ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക കയറി കൊള്ളും. കാരണം അമേരിക്കയുടെ പല ആയുധങ്ങളും സൂക്ഷിച്ചു വയ്ക്കുന്ന എവിടെയാണ്? പെൻറ്റഗണിലാണ്. പെൻറ്റ എന്ന് വെച്ചതിൻ്റെ അർത്ഥം എത്രയാണ്? പിന്നെ അതായത് 5 എന്നുള്ള മീനിങ് ആണ്. മനസ്സിലായില്ലേ? 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5, അതായത് 5 എന്നുള്ള അർത്ഥമാണ് പെൻറ്റഗൺ. 50 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യഹൂദന്മാരുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ പെൻറ്റിക്കോസ്റ്റ് എന്ന് പറയും. പെൻറ്റിക്കോസ്റ്റ് എന്നാൽ പെൻറ്റ എന്ന് വെച്ചാൽ 5, പെൻറ്റിക്കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5x10 എന്നുള്ള രീതിയിലുള്ള അവരുടെ ഒരു പെരുന്നാളാണ്. അത് യഹൂദന്മാരുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അങ്ങനെയാണ് ആ പേര് പെൻറ്റിക്കോസ്റ്റ് എന്ന് പറഞ്ഞത്. പെൻറ്റ എന്ന് വെച്ചാൽ 5 ആണ്. ഏതിൻ്റെ ഹാഫ്? 100ൻ്റെ ഹാഫ്. 100 എന്ന് വെച്ചാൽ സെഞ്ചുറി. 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സെഞ്ചുറി. സെഞ്ചുറിക്ക് പറയുന്നവരാണ് 100. 100 വയസ്സിന് ശേഷം ജീവിക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് എന്താണ്? സെൻറ്റിനേറിയൻസ് എന്ന് പറയും. അപ്പോൾ VS അച്യുതാനന്ദൻ എന്താണ്? ഒരു സെൻറ്റിനേറിയൻ. VS അച്യുതാനന്ദൻ എന്നല്ലേ? ഈ പ്രായത്തിൽ നമ്മുടെ കാര്യങ്ങൾ നടത്തുവാനുള്ള ആർജവമായ ഊർജങ്ങൾ ഇങ്ങനെയെന്നാൽ എന്ന് പറയുന്ന ആൾ. മനസ്സിലായി? അപ്പോൾ ഇവിടെ നോക്ക്, നെറ്റ് ഡയഗ്രാം ഓഫ് സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡിനെ നോക്കി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. നെറ്റ് ഡയഗ്രാം ഓഫ് ട്രയാങ്കുലർ പിരമിഡ്. അതുപോലെ തന്നെ നെറ്റ് ഡയഗ്രാം ഓഫ് എ കോൺ. കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺ സർവത്ര എന്നൊക്കെ പറയത്തില്ല, അതുപോലത്തെ ഒരു കോണാണിത്. നെറ്റ് ഡയഗ്രാം ഓഫ് എ സിലിണ്ടർ. സിലിണ്ടർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നേരത്തെ പിന്നെ വാട്ടർ ടാങ്കിൻ്റെ ചിത്രം കണ്ടു, അതിൻ്റെ ഒരു നെറ്റ് എന്താണ് ഡയഗ്രാമാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നെറ്റ് ഡയഗ്രാം ഓഫ് എ സിലിണ്ടർ. സിലിണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാങ്ക് സിലിണ്ടറിൻ്റെ രൂപത്തിലിരിക്കുന്നു, വാട്ടർ ടാങ്ക്. കോൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സോറി. നെറ്റ് ഡയഗ്രാം ഓഫ് എ സിലിണ്ടർ. ഇനി നെറ്റ് ഡയഗ്രാം ഓഫ് എ സ്പിയർ. സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിൻ്റെ ഒരു 3 ഡയമെൻഷണൽ രൂപമാണ് സ്പിയർ എന്ന് പറയും. നമ്മുടെ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനലായിട്ടുള്ള ഒരു സ്പിയർ പോലെയാണ്. യഥാർത്ഥത്തിൽ സ്പിറോയിഡും കൂടെയാണ്. മനസ്സിലായില്ലേ? കൈമാറ്റം. ഇനി ക്യൂബ് എന്ന് വെച്ചാൽ എന്താണ്? ലെങ്ത്ത്. ഇങ്ങോട്ടൊക്കെ ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്തും ഈക്വൽ ആയിട്ടുള്ളതിനെന്ന് പറയും. ഇങ്ങോട്ടൊക്കെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ, ഡെപ്ത്ത് 4 സെൻറ്റിമീറ്റർ. അങ്ങനെയുള്ള 3 ഈക്വൽ ആയിട്ടുള്ളതിനെന്ത് പറയാം? നമുക്ക് ക്യൂബ് എന്നുള്ള രീതി പറയാം. ഇനി ഐസോമെട്രിക് ഇമേജ്. ഐസോമെട്രിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്?
ഐസോ എന്ന് പറഞ്ഞാൽ ഒരേ പോലെ എന്നുള്ളതാണ് ഐസ്. പണ്ടത്തെ അവിടെ അപ്പുറത്തെ രാധാകൃഷ്ണങ്ങളുടെ വീട്ടിലൊരു ഐസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തണുത്തിരിക്കുന്നതുകൊണ്ടല്ല ഐസ് എന്ന് പറയുന്നത്, അതിൻ്റെ പേരങ്ങ് ഐസ് ആക്കിയെന്നേ ഉള്ളൂ. പിന്നെ ആളുകൾ പറഞ്ഞ് ഐസാക്കി. ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, കെമിക്കലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സാധനം കേടുകൂടാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതിനാണ് ഐസ് എന്ന് പറയുന്നത്. മീൻ അതുപോലെ തന്നെ പിന്നെ അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐസിൽ സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ അത് ഡെഡ് ബോഡി പിന്നെ ഐസ് വയ്ക്കാം. അതുപോലെ തന്നെ അതിനകത്തൊരു മോർഫിനൊക്കെ വെച്ചിട്ട് മോർച്ചറിയിലാണ് വയ്ക്കുന്നത്. മനസ്സിലായി? മൊബൈൽ മോർച്ചറിയിൽ തണുപ്പ് ആഡ് ചെയ്ത് കൊടുത്താലേ ഡെഡ് ബോഡി അനങ്ങൂലല്ലോ. ഡെഡ് ബോഡി അനങ്ങൂല. പക്ഷേ ഒരു കാര്യം, ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടണ്ട, കാരണം അതൊക്കെ ഇത്തിരി ഹൊററാണ്. മനസ്സിലായില്ലേ? ഡെഡ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കേടുകൂടാതിരിക്കാനായിട്ട് അതിനകത്ത് കുറച്ച് കെമിക്കൽസൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് വെക്കാൻ പറ്റും. മോർഫിൻ എന്ന് പറയും. സാധാരണ ജനങ്ങൾ മോർഫിൻ എടുക്കുന്ന എപ്പോഴാണ്, ഇപ്പോൾ എന്തെങ്കിലും മുട്ടുവേദനയോ ഭയങ്കരമായ വേദന വരുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പം പറ്റും. ഇങ്ങോട്ട് നോക്ക്, ആ മെഡിസിൻ എടുത്താലുള്ള ദോഷം എന്താണെന്ന് അറിയാമോ? ആ മോർഫിൻ ജീവനുള്ള ആളുകൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ട് ഈ മുട്ടിന് തേയ്മാനമുള്ളവർക്ക് വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, വളരെ വളരെ അത്യാവശ്യം, വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ചില രോഗങ്ങൾക്ക് നമ്മൾ തുമ്മിയ ഉടനെ, അല്ലെങ്കിൽ ഒരു പനി കണ്ട ഉടനെ, അല്ലെങ്കിൽ ഒരു കാലുവേദന കണ്ട ഉടനെ തന്നെ മെഡിസിൻ കഴിക്കുന്നത് ചില റിയാക്ഷൻസ് ഉണ്ടാക്കും. മനസ്സിലായില്ലേ? ഈ അടുത്ത കാലത്ത് ചില തമിഴ്നാട്ടിൽ എവിടെ ചില ആളുകൾ പിന്നെ ഏതോ ചുമയുടെ മരുന്നെടുത്ത് മേടിച്ച് അവർക്ക് ഭയങ്കര ഇതായി. പിന്നെ ചില ആളുകൾ ചില ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, ഒരു ആൻറ്റിയും അവരുടെ മകളോ മകനോ കണ്ടു പോയി അല്ലേ. അത് വേറൊരു കാര്യമുണ്ട് മോനെ, നമ്മൾ രാത്രി സമയത്ത് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇവിടുത്തെ ആളുകൾ ചുടുന്ന പൊറോട്ടയൊക്കെ കറക്റ്റാണെന്നാണ്. ഒന്നാമത് പിണറായി വിജയൻ്റെ നെറുകെട്ട ഭരണമുള്ള രാജ്യം, ഭരണം കറക്റ്റല്ല. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ പറയേണ്ട കാര്യമുണ്ട്. എല്ലാവരും മാഫിയാണ്, ജനങ്ങളെ തട്ടിപ്പറിക്കുക, ആളുകൾക്ക് അനാരോഗ്യം വരുത്തുക. അതുകൊണ്ട് അവരുടെ ഒന്നും കയ്യിൽ അകപ്പെട്ട് കളയില്ല. പിന്നെ രാത്രി സമയങ്ങളിൽ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമായിട്ടുള്ള പൊറോട്ട ഒന്നൊക്കെ കഴിക്കാം, എൻ്റെ ഡോക്ടർ രാജേഷ് കുമാർ പറയും പോലെ, അല്ലെങ്കിൽ ശീതളൊക്കെ പറയും പോലെ കഴിക്കാം. പൊറോട്ടയെക്കാളും ദോശയോ അല്ലെങ്കിൽ അരിയാഹാരങ്ങളുള്ള നല്ലതാണ്, അത് കഴിക്കാം. പിന്നെ അത്രയും ഹെവി ആയിട്ടുള്ള ഫുഡോ, അല്ലെങ്കിൽ മനുഷ്യന് ഡൈജഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് മനുഷ്യൻ നിദ്രയിലേക്ക് പോവുകയാണ്. നിദ്രയിലേക്ക് പോകുമ്പോഴത്തേക്കും ഡൈജഷന് തടസ്സമായിരിക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്ന നല്ലതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ഗ്യാസ് ട്രബിളും അതുപോലെ തന്നെ ഹാർട്ടിനെയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം. അതുകൊണ്ട് അത് ഒഴിവാക്കുന്ന എപ്പോഴും നല്ലതാണ് കേട്ടോ. പകൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, കാരണം സൺലൈറ്റ്, സൂര്യൻ്റെ സാന്നിധ്യമുണ്ട്, നമ്മുടെ ബോഡിയിലെ സിസ്റ്റം വേറെയാണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രാത്രിയിൽ മനുഷ്യൻ്റെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ വേറെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടല്ലേ ആളുകളൊക്കെ പെട്ടെന്നൊക്കെ കുളിച്ച് അവനവൻ്റെ ജോലി മതിയാക്കി സന്ധ്യയ്ക്ക് മുമ്പേയൊക്കെ ഇതാവുന്നു. കുളിക്കാനോ നനയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും പകൽ ചെയ്യണം. ഈ കഫക്കെട്ടും ചുമയുടെയൊക്കെ അതിനോടൊക്കെ പോരാടുന്നവർ രാത്രി 10 മണിക്കൊക്കെ കുളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായെന്നിരിക്കും. പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ കഴിക്കുന്ന ആഹാരം ഇടയ്ക്ക് കുറേ ഒരു ബ്രേക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു മണിക്കൂറെങ്കിലും ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കൂടുതൽ ബ്രേക്ക് കൊടുക്കുന്നതോറും അത്രയും ബോഡി സ്വസ്ഥമാവും. അപ്പോൾ ഉറക്കവും കിട്ടും. ചെറിയ എന്തെങ്കിലും കഫക്കെട്ടാണെങ്കിൽ അല്പം ചൂടൊക്കെ കഴിച്ച് കൂന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പോഴത്തേക്ക് അതങ്ങ് വയ്ക്കുള്ളൂ. വേറെ നെഞ്ചിൽ കഫക്കെട്ടൊന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ല? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോവാതെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ, രോഗികളാവാതെ ഒരുപാട് കാലം നമുക്ക് എന്ത് ചെയ്യും, ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം നടക്കുകയും, ഈ കാല് ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കാല് പൊക്കുക, സിമ്പിൾ എക്സസൈസ് ചെയ്ത് മുട്ടിന് തേയ്മാനം വരാതെ നമ്മുടെ യൗവനവും അതൊക്കെ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. എത്ര പ്രായമായിരുന്നാലും ചില അങ്കിൾമാരെ കണ്ടില്ലേ, KG യേശുദാസിനെ കണ്ടില്ലേ, ഇപ്പോഴും നല്ല പാട്ടല്ലേ. അപ്പോൾ അതുപോലെ തലമുടി നരയ്ക്കുമായിരിക്കും. പ്രായം എന്ന് പറഞ്ഞാൽ കേവലം കുറച്ച് ഡിജിറ്റ്സ് മാത്രമായിരിക്കും, അക്കങ്ങൾ മാത്രമായിരിക്കും. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. നിൻ്റെ അച്ചാച്ചനെ കണ്ടില്ലേ, അച്ചാച്ചനൊക്കെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് എക്സസൈസും നടത്തവും സംതിങ് ഒക്കെയാണ്. പിന്നെ അച്ചാച്ചൻ വീണതുകൊണ്ട് അവസാന സമയത്ത് പുള്ളി യൂറിനേഷന് പോയ സമയത്ത് ടോർച്ചൊന്നും ഉപയോഗിക്കാതെ എടുത്തുകൊണ്ട് പോയി. അതിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്, നമ്മൾ ഈ രാത്രിയൊക്കെ യൂറിനേഷൻ പോകുമ്പോൾ ലൈറ്റ് ഇട്ട് ടോർച്ച് എടുത്ത് നോക്കിയും കണ്ടു വേണം പോകേണ്ടത്. അല്ലാതെ ഒരു പിന്നെ ആ ഒരു ഇരുട്ടിനെ ഒഴിവാക്കുക. 4 വർഷം ആയില്ല, 2024 ഈ ആഗസ്റ്റ് 13 ആകുമ്പോഴത്തേക്കും 2 വർഷം ആവത്തേ ഉള്ളൂ. അച്ചാച്ചൻ ആ വീഴ്ച വന്നില്ലായിരുന്നെങ്കിൽ അച്ചാച്ചൻ പോകത്തില്ലായിരുന്നു. 81 1943 അച്ചാച്ചൻ്റെ. പറ്റുവാണെങ്കിൽ ഓരോ അച്ചാച്ചൻ്റെ നാട്ടിലൊക്കെ കൊണ്ടുപോകാം. അച്ചാച്ചൻ്റെ നാട്ടിൽ ആ കായലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ് പണ്ടത്തെ പഴയ പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായി? മക്കൾക്ക് അറിയുമെന്നറിയത്തില്ല, മറ്റേ ഇങ്ങനെ ആകാശപ്പൊയ്കയിലുണ്ട്, ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നിൻ തോണി, ആ പാട്ടൊക്കെ അവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ പ്രേം നസീർ അങ്കിളിനെ
അടക്കിയത് നിൻ്റെ അച്ചാച്ചൻ്റെ വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്താണ്. പ്രേം നസീർ അങ്കിൾ ഉണ്ടായിരുന്നു, ഒരു സിനിമയുടെ ഉണ്ടായിരുന്നു. ഈ അച്ചാച്ചൻ്റെ വീട്ടിൻ്റെ കുറച്ചപ്പുറത്തൊരു കായലുണ്ട്. ആ കായലിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന പ്രേം നസീർ അങ്കിളുടെ അടക്കിയ സ്ഥലം, അതിൻ്റെ ഇപ്പുറത്തെ അച്ചാച്ചൻ്റെ സ്ഥലം. പണ്ട് പ്രേം നസീർ അങ്കിളുടെ സിനിമ വരുമ്പോൾ അച്ചാച്ചൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓടി തിയേറ്ററിൽ പോകും. അങ്ങനെയാണ് പല പരീക്ഷകളും എഴുതാതിരുന്നത്. അപ്പോഴേ ചോദിക്കും, ഈ ചേട്ടന് വേറെ പണിയൊന്നുമില്ല, പ്രേം നസീർ എന്ന് പറഞ്ഞ് ഇത്രയും കിടന്ന് തിയേറ്ററിൽ ഓടേണ്ട കാര്യമുണ്ടോ? പറയും പരീക്ഷ പിന്നെ എഴുതാമല്ലോ, പക്ഷേ പടം പിന്നെ കാണാൻ പറ്റുമോ? പക്ഷേ പിന്നെ അതിനുശേഷം വീണ്ടും ആ പരീക്ഷയൊക്കെ ഒന്ന് എഴുതിയിരുന്നെങ്കിൽ നല്ലൊരു മനസ്സിലായില്ലേ. അപ്പോൾ അതിൽ നിന്നുള്ള ഗുണമാണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ആരെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ എഴുതേണ്ട പരീക്ഷകളൊക്കെ നന്നായിട്ട് എഴുതി അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും കാണാമല്ലോ. പക്ഷേ അന്ന് യൂട്യൂബൊന്നും ഇല്ല പിന്നെ എന്നുള്ളതായിരിക്കും. ഇന്നത്തെ പോലെ അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം നമുക്ക് പോകാം കേട്ടോ. ഈ ഐസോമെട്രിക് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇതാണ് ഐസോമെട്രിക് ഇമേജ് എന്ന് പറയുന്നത്. ഇങ്ങോട്ടൊക്കെ എന്താണ് ഐസോമെട്രിക് ഇമേജ്? വേണമെങ്കിൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരും. അതായത് ഐസോമെട്രിക് സ്കെച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെൻറ്റ് 3 ഡയമെൻഷണൽ ഒബ്ജക്ട്സ് ഇൻ 2 ഡയമെൻഷൻ. അതായത് 3 ഡയമെൻഷണൽ ഒബ്ജക്ട്സിനെ 2 ഡയമെൻഷനിൽ വരയ്ക്കുന്നതിന് പറയുന്നവർ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഐസോമെട്രിക് ഇമേജ്. ഇങ്ങോട്ടൊക്കെ നമ്മൾ ടി വിയിലൊരു വാർത്ത കാണുന്നു, യൂട്യൂബിലൊരു വാർത്ത കാണുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ആ സ്ക്രീനിൽ കൂടെയാണ് കാണുന്നത്. ആ സ്ക്രീന് 2 ഡയമെൻഷനിലാണ്. പക്ഷേ അത് കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? യഥാർത്ഥ സംഭവം പോലെയാണ് തോന്നുന്നത്. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു അനുഭവത്തിന് പറയുന്ന പേരാണ് ഇങ്ങോട്ടൊക്കെ ഐസോമെട്രിക് ഇമേജ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാം പിന്നെ അടിമത്തിൽ കൂടിയും പോരുത്. ഫോർ ബദൻ യു ഹാൻ കാണ്ടർ ലിബർട്ടി. മനസ്സിലായില്ലേ? ആസ് ഫ്രീ. ഇങ്ങോട്ടൊക്കെ അപ്പം 3 ഡയമെൻഷണൽ പിക്ചേഴ്സിനെ 2 ഡയമെൻഷണൽ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അനുഭവത്തിന് പറയുന്ന പേരാണ് ഐസോമെട്രിക് ഇമേജ് എന്ന് പറയും. എന്താണ് ഐസോമെട്രിക് ഇമേജ്? 3 ഡയമെൻഷണൽ ഇമേജിനെ 2 ഡയമെൻഷനിലാക്കി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വെളിപ്പെടുത്തി തരുന്നതിന് പറയുന്ന പേരാണ് എന്താണ്? ഐസോമെട്രിക് എന്ത് പറയും? ഇമേജ് എന്ന് പറയും. മനസ്സിലായോ? അതിനെന്ത് 2 ആഴ്ചയാണെങ്കിലും ഒരാഴ്ചയാണെങ്കിലും നമുക്ക് ഇതിനൊക്കെ റെഡി ചെയ്യാൻ പറ്റും. ആദ്യം ഭയം മാറ്റുക. ഇനി ഒരു ഭയം വരുമ്പോൾ എന്ത് പറഞ്ഞാൽ മതി? ഇങ്ങോട്ടൊക്കെ പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ എന്നങ്ങ് പറഞ്ഞാൽ മതി. എന്താണ് പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ? എന്താ ഓരോ സന്ദർഭത്തിൽ എന്തൊക്കെ പറയണമെന്നുള്ള ഞാൻ വേണമെങ്കിൽ എഴുതിത്തരാം. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ എന്നൊരു 10 പ്രാവശ്യം അങ്ങ് പറഞ്ഞാൽ മതി. ഭയം അതുകൊണ്ട് ഇവിടുന്ന് നേരെ ചീലപ്പാറ വഴി പോയി അപ്പുറത്തെ പാറ വഴി പോയി വേറെ ഏതെങ്കിലും പാറയിൽ അടി വേണമെങ്കിൽ പിന്നെ ഭയത്തിന് മോനെ കാണുമ്പോൾ പേടിയായിരിക്കും. ഭയം മോൻ്റെ അടുത്ത് പറയും, എൻ്റെ പൊന്നു മോനെ ഒന്ന് കൊല്ലാതെ ഒന്ന് ഉപദ്രവിക്കാതെ പോകാൻ എന്ത് വേണം എന്ന് പറയും. അപ്പോൾ മോൻ പറഞ്ഞാൽ മതി, നിൻ്റെ പണി നോക്കി പോടേ എന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞാൽ മതി. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ എന്നങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. എന്താണ് പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ എന്നങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് പറയേണ്ടത്. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ എന്ന് പറയാം. പിന്നെ ഒരു കാര്യം ഉണ്ടോ, ഞാൻ പറയുന്നുണ്ട് വേറെ തോന്നില്ല. ഇപ്പം നമുക്ക് ക്രൈസിസസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? ചതഞ്ഞ ഓട ഒടിച്ച് കളയത്തില്ലെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഏത് ബലഹീനനാണെങ്കിലും ക്രൈസ്റ്റ് അവനെ സ്നേഹിക്കുന്നു, അവനെ രക്ഷിക്കും. മനുഷ്യനെ പോലെയല്ല ക്രിസ്തേശു, മഹാകരുണയുള്ളവനാണ്. അപ്പോൾ ആ ക്രൈസ്റ്റ് സർവ്വവ്യാപിയാണ്. ആ സർവ്വവ്യാപിയായ ക്രിസ്തേശുവിനെ ഒരു കുരിശിലോ അല്ലെങ്കിൽ ഒരു മാലയിലോ ഒതുക്കി അതിനെയല്ല നമ്മൾ വർഷിപ്പേണ്ടത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ചില ആളുകൾ മറ്റേ അവിടെ മെഴുകുതിരി ഇവിടെ ചർച്ച്. ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചർച്ചിലോ ഒരു പിന്നെ എർത്തിലോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിലോ മാത്രം ഒതുങ്ങിക്കുന്ന ആളല്ല. എന്താണ് ഓംനി പ്രസൻറ്റ്, സർവ്വവ്യാപി ആയതുകൊണ്ട് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കഴുത്തിൽ മാല, മനസ്സിലായില്ലേ? അതൊന്നും അല്ല ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ മാലയാണോ? ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബുക്കാണോ? അല്ലല്ലോ. ഇതൊക്കെ ക്രിയേഷനാണ്, സൃഷ്ടി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആ ബേസ് ആദ്യം തൊട്ടേ ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? പക്ഷെ അത് ദാറ്റ് ഈസ് നോട്ട് ക്രൈസ്റ്റ്. അത് ക്രൈസ്റ്റ് അല്ല, അതൊരു ക്രിയേഷൻ എന്ന് കരുതിയാണ്. നമ്മൾ അതിനെയല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. മനസ്സിലായി? അതൊരു സൃഷ്ടി എന്ന് മാത്രം കരുതിയാൽ മതി. അതിന് ഈശ്വരനായിട്ട് കണ്ട് പൂജിക്കാനോ വണങ്ങാനോ നമസ്കരിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഈ ഷൂസ്, ഞാൻ ഇട്ടേക്കുന്ന ഷൂസ് ഇങ്ങോട്ടോക്കെ, അതൊരു ഷൂസ്, അതൊരു ക്രിയേഷൻ. മനുഷ്യൻ ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു ക്രിയേഷനാണത്. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നാളെ ഒരു മുറി കെട്ടി ഷൂസിനെ കൊണ്ടുവച്ചിട്ട് കുറച്ച് സാമ്പ്രാണി തിരി കത്തിച്ച് ഷൂസേ നീയാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കും. വേറെ ഷൂസ് എന്ന് പറഞ്ഞാൽ ക്രിയേഷനാണ്. ഇപ്പം ഞാൻ യാത്ര ചെയ്യുന്ന സ്കൂട്ടറാണ് ആ ദൈവം. സ്കൂട്ടറിനെ ഏതെങ്കിലും ഒരു മുറിക്കകത്ത് പിടിച്ചിരുത്തിയിട്ട് ഓ സ്കൂട്ടർ വി ലവ് യു, ഓ സ്കൂട്ടർ യു ക്രിയേറ്റഡ് ആൾ, ആരെങ്കിലും തലയ്ക്കുള്ളവരും അങ്ങനെ പറയും. അതൊരു ക്രിയേഷൻ മാത്രമാണ്. ക്രിയേഷൻ മാത്രമല്ല, പിന്നെ നമുക്ക് യാത്ര ചെയ്യാനും നമുക്ക് പല പല ആവശ്യങ്ങൾ നിർവഹിക്കാനും വേണ്ടി വച്ചേക്കുന്നത് മനുഷ്യനിൽ കൂടെ ക്രൈസിസസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണ് ഒരു മെറ്റീരിയലാണ്. അങ്ങനെ നമുക്ക് കാണാം, എൻജോയ് ചെയ്യാൻ ഉപയോഗിക്കാം. അതൊരിക്കലും എന്തല്ല ഫേസ്ഫുൾ ക്രിയേറ്റർ അല്ല. മനസ്സിലായില്ലേ? അങ്ങനെ വേണം സൃഷ്ടികളെ കാണേണ്ടത്. ഇവിടെ
കത്തോലിക്കക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത് നമുക്ക് അവരോട് ഒരു വിരോധമില്ല. കാത്തലിക്സ് പിന്നെ അതൊരു മനുഷ്യരാണ്, അവർ മനുഷ്യരായിട്ട് കാണുക. പക്ഷേ അവരുടെ ചില ആചാരങ്ങളിൽ നമുക്ക് അത്ര താല്പര്യമില്ലെന്നേ ഉള്ളൂ. അവരിങ്ങനെ കുറി ഇടുവല്ലേ? ഇടുമായിരിക്കും. എനിക്ക് അവരോട് അധികം ഇതല്ല മോനെ. എനിക്ക് തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കറുത്ത കുഴിച്ചിടുവല്ലേ? ആയിരിക്കും. സബ്ജക്ട്സ് കൈകാര്യം ചെയ്യും. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇഷ്ടം പോലെയുണ്ട്. അതിൻ്റെ ഇടയിൽ ദാണ്ട് ഇന്നലെ ഒരു നിരീശ്വരവാദി ഒരു ഇതിനൊരു ആൻസർ കൊടുക്കണം എന്നുള്ള അർത്ഥം പറയുന്നില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ, ആദ്യം ഉള്ള സബ്ജക്റ്റ് ഞാൻ നേരെ ഒന്ന് തീർക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. മനസ്സിലായി? ഇഷ്ടം പോലെ സബ്ജക്റ്റ് നമുക്കിവിടെ പബ്ലിക്കിൽ കിടക്കുകയില്ല. ഡോക്ടർമാരുടെ അനാസ്ഥയും മറ്റതും മറിച്ചതും ആനയും ചേനയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് മറ്റേ പിന്നെ ഇപ്പം നമ്മൾ പിന്നെ ചില മേഖല നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, സ്വോത്ര കാഴ്ച മറ്റത് എങ്ങനെയാണ്, നിങ്ങളുടെ കയ്യിൽ 2000 ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടോ. അവർ 2000, 3000, 10000 അതൊക്കെ അവരെ വ്യക്തിപരമായ കാര്യം. അവരിങ്ങനെ വിഗ്രഹവും കൊന്തയും കുരിശും അതാണ് ദൈവവും അതാണ് ആ രീതിയിൽ, മനസ്സിലായില്ലേ? അത് വേറെ രീതി. നമ്മളതിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഇത് ക്രമമുണ്ടെന്ന് മനസ്സിലാക്കുക, അവരെ സ്നേഹിക്കുക. നമ്മൾ അവരോട് ഇതാരിത് എന്തുണ്ട് അങ്കിളെ, മോനെ എടാ കയറിയോടാ, അങ്ങനെയൊക്കെ ഉണ്ടാവും, ഇടപെടാം, സംസാരിക്കാം. അങ്ങനെ നമ്മൾ വിൽക്കേണ്ട കാര്യമില്ല. കാരണം ക്രൈസ്റ്റ് എല്ലാവരും അവർ ചെയ്യുന്ന ആചാരങ്ങൾ നമ്മൾ ബൈബിളോട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അളെ ഇനി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ പതുക്കെ അങ്ങ് വയ്യാതെ. അതിനോട് നമുക്ക് യോജിപ്പില്ല. പക്ഷെ അവരെ നമ്മൾ സ്നേഹിക്കുന്നു. മനസ്സിലായില്ലേ? നമ്മൾ അതിനെ വർഷിപ്പ് ചെയ്യണ്ട. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇപ്പം ഞാൻ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നു, പക്ഷേ സ്കൂട്ടറിന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വർഷിപ്പ് ചെയ്യുന്നില്ല. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. നമ്മളതിനെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സിനോട് നമുക്ക് മിണ്ടാം, പക്ഷേ നമ്മൾ ആ ഫ്രണ്ടിനെ ആരാധിക്കില്ലല്ലോ. അതുപോലെ അധ്യാപകരെയും മാതാപിതാക്കളെയും നമുക്ക് ബഹുമാനിക്കാം, പക്ഷെ അവരെ ആരാധിക്കുന്നില്ല. പക്ഷെ ബഹുമാനിക്കാം. ഇപ്പോൾ ഒരു സ്കൂളിലെ അധ്യാപിക തീർച്ചയായിട്ടും അവർ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുള്ളൂ. ഇപ്പോൾ തമ്പി സാറെന്ന് പറഞ്ഞാൽ എനിക്കൊരു ബഹുമാനമുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്നെ പണ്ട് പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട്, ഒരു പാട്ട് ടീച്ചറായിരുന്നു. ആ ടീച്ചർ ഈ കുറച്ച് കാലത്തിന് മുമ്പേ അന്തരിച്ചു. ഇപ്പോഴും ആ ടീച്ചറിൻ്റെ ഹസ്ബൻഡിനെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു സ്നേഹവും, എവിടെ കണ്ടാലും നമ്മൾ സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. അല്ലല്ല, അന്ന് എൻ്റെ കൊച്ചു കാലത്ത് അടുത്തൊരു കുറച്ച് സംഗീതം, അപ്പോൾ അങ്ങനെ ഒരു ടീച്ചറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ കൊച്ചിലെ ബാലഭവനിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാടധികം, പ്രത്യേകിച്ച് കണക്കിലൊക്കെ നമ്മളെ പഠിപ്പിച്ചെന്ന തമ്പി സാറാണ്. അദ്ദേഹത്തെ നമ്മൾ എവിടെ കണ്ടാലും നമുക്ക് ആ ഒരു മനസ്സിനകത്തൊരു സ്നേഹമുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വർഷിപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അപ്പനെയമ്മയെ നമുക്ക് ബഹുമാനിക്കാം, അവരെ വർഷിപ്പ് ചെയ്യുന്നില്ല. ബഹുമാനിക്കണം. പുള്ളിങ് ഡൗൺ സ്ട്രോൾസ്, മാതാപിതാക്കളെ ബഹുമാനിക്കാം. അവർ ക്രിയേഷനാണ്, റെസ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പളിനെ റെസ്പെക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രിൻസിപ്പാളിന് ഒരു ഫോട്ടോ എടുത്ത് വെച്ചൊരു ശാമ്പറാണത്തിരിയും കൊളുത്തി വെച്ചിട്ട് പ്രിൻസിപ്പാൾ യു ക്രിയേറ്റഡ് ആൾ ദീസ് തിങ്സ് എന്നാൽ ആ പ്രിൻസിപ്പാൾ എന്നെ നേരിട്ട് ഇറങ്ങിയെന്ന് പറയും, ഇത് എന്തോന്നിടേ, ഇതൊക്കെ എന്തോന്നത്, ഞാൻ അടിച്ച് നോക്കിക്കോന്ന് പറഞ്ഞ് മനുഷ്യനെ ഓട്ടിക്കും അല്ലേ, അടിച്ച് പുരട്ടിക്കളയെന്ന് പറയും. മനസ്സിലായില്ലേ? എന്തോന്നിടേ എന്ന് പറയും അല്ലേ. അപ്പോൾ അവർ തന്നെ പറയും നമ്മളെ ക്രിയേഷനാണ്. എന്നാൽ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി നമുക്ക് റെസ്പെക്റ്റ് ആകാം. മനസ്സിലായില്ലേ മോനെ? ആക്ച്വലി എനിക്ക് പിണറായി വിജയനോടും വിരോധമൊന്നുമില്ല, പക്ഷേ അയാളൊരു മുഖ്യമന്ത്രി അല്ലേ. അപ്പം ആ മുഖ്യമന്ത്രി ജനങ്ങളെങ്ങനെ പട്ടാപ്പകൽ പറ്റിക്കുന്ന കാണുമ്പോൾ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യായിരിക്കും, എങ്ങനെ നമ്മൾ വീഡിയോ ചെയ്തായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള പലരും, ഞാൻ മാത്രമല്ല മീഡിയ തുറന്നു നോക്കും, എത്ര യൂട്യൂബേഴ്സ് അയാൾക്കെതിരെ പറയുന്നതൊക്കെ. പക്ഷേ പിന്നെ ചില ആളുകൾ അയാളങ്ങ് മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഐസോമെട്രിക് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഡയമെൻഷണൽ പിക്ചേഴ്സിനെ 2 ഡയമെൻഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു അനുഭവത്തിന് പറയുന്നവരാണ് ഐസോമെട്രിക് ഇമേജ്. എന്തായാലും ആ ക്വസ്റ്റ്യൻ ഇതിൽ നിന്നുണ്ടാവും. ഇനി 2D റെപ്രസെൻറ്റേഷൻ ഓഫ് 3D ഷേപ്പ് ഏതൊക്കെയാണത്? അതായത് ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ. ഫോർ എക്സാമ്പിൾ 3 ഡയമെൻഷണൽ ഫിഗേഴ്സ് ക്യാൻ ബി വ്യൂഡ് ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ്. ദർ ആർ ഡിഫറെൻറ്റ് വ്യൂസ്, എന്താണ് പെർസ്പെക്റ്റീവ്സ് ഓഫ് 3D ഷേപ്സ് സച്ചസ് സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങോട്ടോക്ക്. ഈ കാണുന്ന എന്താണ്? സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ. ഇങ്ങോട്ടോക്ക് ഉണ്ടോ? ഇങ്ങോട്ടോക്ക്. ഇവിടെ നമ്മൾ കാണുന്ന ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ. അതുപോലെ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ ഉണ്ടോ? അതുപോലെ വീട്, ഈ ചിത്രത്തിൽ കാണുന്ന വീട് നമുക്ക് ഫ്രണ്ട് വ്യൂ ഉണ്ട്, സൈഡ് വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പ് വ്യൂ ഉണ്ട്. ഇപ്പം നിൻ്റെ അച്ഛമ്മയുടെ പല്ലെടുക്കാൻ തന്നെ പോയി. എന്തിനാണ് ഡോക്ടർ? ഞാനൊക്കെ ചോദിച്ചു, എൻ്റെ പൊന്നമ്മ ഒരു ചിത്രത്തിൻ്റെ ഒരു പല്ലിൻ്റെ ചിത്രം വരച്ചെടുക്കാനായിട്ട് ഇത്രയും പാടാണ് ഒരു ഡോക്ടർ. ചികിത്സിക്കുന്ന ഡോക്ടർ ആരാണെന്ന് അറിയുമോ? പണ്ട് തിലകൻ എന്ന് പറഞ്ഞൊരു സിനിമ നടൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 പേര് സിനിമയിലൊക്കെ ഉണ്ട്. ഷമ്മി തിലകനും ശോഭി തിലകനും പിന്നെ സോണിയ തിലകനും. ഈ സോണിയ തിലകൻ ഒരു ഡെൻറ്റിസ്റ്റ് ഡോക്ടറാണ്. മനസ്സിലായില്ലേ? ഇന്നലെ ഞാൻ ഒരു സീരിയൽ നടിയുടെ പേര് പറഞ്ഞില്ലേ, വിനയ എന്ന് പറയും. ഇപ്പോഴും വാട്സപ്പ് അയക്കാറുണ്ട്.
അപ്പോൾ നമുക്ക് ക്രിസ്ത്യൻ മെസ്സേജസും അതുപോലെ തന്നെ പല വീഡിയോസൊക്കെ സെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ രക്ഷിക്കപ്പെട്ട് ക്രൈസ്റ്റിൻ്റെ കൃപയിൽ ആശ്രയിക്കട്ടെ കേട്ടോ. ഈ സോണിയ തിലകൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഡോക്ടർ ക്ലിനിക്ക് ഇട്ടേക്കുന്ന വട്ടിയൂർക്കാവിലാണ്. നിൻ്റെ അച്ഛമ്മ എങ്ങനെയോ അവരെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു? ഞാൻ ഇന്നാണ് അറിയുന്നത് നമ്മുടെ മരിച്ചുപോയ സിനിമ നടൻ തിലകൻ്റെ മകളാണ് ഈ സോണിയ തിലകൻ. അവരെ മുഖം കാണാൻ ഒക്കത്തില്ല, എപ്പോഴും ഇങ്ങനെ മാസ്ക് ധരിച്ചിട്ടേക്കുന്നത്. നിൻ്റെ അച്ഛമ്മ 3 ദിവസമാണ് പുതിയ പല്ല് വയ്ക്കാനുള്ള അളവെടുക്കാനായിട്ട് അങ്ങോട്ട് വരും. ഞാൻ ചോദിക്കുകയും ചെയ്തു, എൻ്റെ അമ്മ ഈ ഒരളവെടുക്കാനായിട്ട് 3 ദിവസമാണോ? എല്ലാം കൂടെ ചേർത്തൊരു ഫോട്ടോ എടുത്ത് ഒരു ചിത്രം വരച്ചാൽ പോരെ. അവിടെ ചെന്നപ്പോഴേ മനസ്സിലായത് ഈ ഓരോ പല്ലിനും ഇങ്ങനെ ഓരോന്നായിട്ട് വരച്ച നല്ല ആർട്ടിസ്റ്റാണ് കേട്ടോ. ഡെൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഡോക്ടർ പ്ലസ് എൻജിനീയർ പ്ലസ് ആർട്ടിസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. D ഫോർ ഡോക്ടർ, E ഫോർ എൻജിനീയർ, A ഫോർ ആർട്ടിസ്റ്റ്. ഫിസിയോതെറാപ്പി പോലെ തന്നെ മറ്റൊരു മേഖലയാണ് ഡെൻറ്റിസ്റ്റ്, പല്ലെടുക്കുന്ന ഡോക്ടർ. അതിലും PG ഉണ്ട്. പല്ലെടുക്കാതിരിക്കാൻ നോക്കുക, കഴിവതും ഒരു 80 വരെയൊക്കെ പോവുക. അത് കഴിഞ്ഞിട്ട് പല്ലിന് എന്തെങ്കിലും ആട്ടമോ മോണയ്ക്ക് വീക്കമോ പഴുപ്പോ ഉണ്ടെങ്കിൽ അത് പിന്നെ അങ്ങനെയുള്ള സ്രവങ്ങളൊക്കെ ചില രോഗങ്ങളിലേക്ക് നയിക്കാൻ, അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യും, ചില ആളുകൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പല്ലങ്ങ് എടുത്തിട്ട് വൈപ്പൂല് വയ്ക്കും. പക്ഷേ കുറേ നാൾ മോണയായിട്ട് ജീവിച്ചിട്ട് പിന്നീട് പല്ല് വയ്ക്കുമ്പം ചെറിയൊരു ഇത് പോലെ ഉണ്ടാവും. ഇപ്പം ഞാൻ തന്നെ ഇവിടെ പല്ലിൻ്റെ പോടുണ്ടായിരുന്നു, ഇന്നലെ അടച്ചുണ്ട. ഇപ്പം ആ പോടങ്ങ് മാറി. അപ്പോൾ ഇന്നലെ വച്ച സമയത്ത് എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഇത് വൈപ്പാണ്, നല്ല സ്ട്രോങ് ആണ്. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ ആപ്പിളും അതൊന്നും കടിക്കാതെ ഈ ബന്നൊക്കെ കഴിക്കുമ്പോൾ ഇടത്തോട്ട് കൈ കൊണ്ട് മുറിച്ചിട്ട് ഇടത്തോട്ട് കഴിക്കുക. നിൻ്റെ അച്ചാച്ചനെ വേണമെങ്കിലും നേരത്തെ അറിഞ്ഞത് എനിക്ക് ഒരു പല്ലൊക്കെ വയ്പ്പിച്ച് കൊടുക്കായിരുന്നു. ഉണ്ട്. അതല്ലേ എൻ്റെ അച്ചാച്ചൻ കപ്പലണ്ടി കഴിക്കാത്തത്. അച്ഛാ കപ്പലണ്ടി എന്ന് പറയും വേണ്ട ഉണ്ണി, എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചവയ്ക്കാക്കത്തില്ലെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശുശ്രൂഷ പിന്നെ ഈ ലോകത്തുണ്ടെന്നാണ് എന്താണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ സോണിയ തിലകൻ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിൽ ശുശ്രൂഷയുണ്ട്. സോണിയ തിലകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡോക്ടറാണ്. ആ ഡോക്ടർ നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെയാണ്. പല്ലിനും പല വ്യൂസ് ഉണ്ട് ഇങ്ങോട്ടൊക്കെ. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഫ്രണ്ട് വ്യൂ ഉണ്ട്, സൈഡ് വ്യൂ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്. ഏത് കാര്യം എക്സാമ്പിൾ ചെയ്താണ് പറയേണ്ടത്. ഒരു വീട് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ വരും, സൈഡ് വ്യൂ വരും, ടോപ്പ് വ്യൂ വരും. ചില ആളുകൾ എന്താണ് ഇപ്പം വീടൊക്കെ നോക്കാൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഫ്രണ്ട് വ്യൂ നോക്കും, സൈഡ് വ്യൂ നോക്കും, ബാക്ക് വ്യൂ നോക്കും. ഉണ്ട് നോക്ക്. അതുപോലെ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ. അതുപോലെ നോക്ക് ഈ ഒരു കാര്യം, ഈ ഒരു ഇത് കണ്ടോ, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് വസ്തുക്കൾ എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതും അധികം താമസിയാതെ അപ്ലോഡ് ചെയ്യും. നേരത്തെ പോലെ എടുത്ത് ഉഴപ്പിക്കളയരുത്. വല്ലപ്പോഴെങ്കിലും മൊബൈൽ എടുത്ത് നോക്കണം. പരീക്ഷയ്ക്ക് പോകുന്നതിന് ഇപ്പോൾ 2 ചാപ്റ്റർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3-ാമത്തെ ചാപ്റ്റർ അധികം താമസിയാതെ അപ്ലോഡ് ചെയ്തേക്കും. ഇതൊക്കെ നോക്കിയിട്ട് എൻ്റെ ശരീരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മനസ്സിലായില്ലേ, പിന്നെ ഇനി എത്ര വർഷം കഴിഞ്ഞിരുന്നാലും ഈ വീഡിയോ അങ്ങനെ തന്നെ കിടക്കും. അതൊക്കെ കുട്ടുവിന് മാത്രമല്ല, കുട്ടുവിൻ്റെ വരും തലമുറകൾക്കും പിന്നെ ഒരു 100-ഓ 150-ഓ എത്ര വർഷം കഴിഞ്ഞാലും അതൊക്കെ ഉപയോഗിക്കാം. അത് മൊബൈൽ ചുമ്മാ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല, വല്ലപ്പോഴെങ്കിലും എടുത്ത് നോക്കണം. ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലത്തെ മെസ്സേജ് എങ്കിലും അയച്ചിട്ടുണ്ടാകും. ഒന്നും വേണമെങ്കിലും ആനുവൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപെങ്കിലും എൻ്റെ ബോഡി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, എടുത്ത് ഇതുപോലെയൊക്കെ എന്ത് ചെയ്യണം, നോക്കി കണ്ട് പഠിച്ച് എത്ര ആവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് റീവെൻ്റ് അടിച്ചു പോയി നോക്കണം. 55 മോനെ, മനുഷ്യൻ്റെ ആയുസൊക്കെ ഒരു 100 സംതിങ്. VS 102 കണ്ടില്ലേ? അത്രത്തോളം നമ്മൾ ഹെൽത്തിനെ കെയർ ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക. പിന്നെ ചില ഹോട്ടലിൽ നിന്നും അധികം ആഹാരം മേടിച്ച് കഴിക്കാതിരിക്കുക. ഞാൻ അതുകൊണ്ടല്ലേ ഇങ്ങോട്ടത് പണ്ടത്തെ പോലെ എനിക്ക് ഹോട്ടലൊന്നും ഞാൻ അങ്ങനെ കയറാറില്ല. അധികം സെലക്റ്റീവാണ്. തിരുമല വന്നു കഴിഞ്ഞാൽ കണ്ണൻ ബേക്കറിയിൽ കയറും. അതും ചില ഫുഡ് മാത്രമേ അവിടെ നിന്ന് കഴിക്കാറുള്ളൂ. തിരുമലയിൽ നിന്ന് കഴിക്കുന്ന ആകെ ചന്ദ്ര ഹോട്ടൽ. എൻ്റെ പൊന്നുവിനെ 2020 ശേഷം ഈ മുസ്ലിങ്ങളുടെ ഉടായ്പും ഹലാലും ഒക്കെ മനസ്സിലാക്കിയ ശേഷം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ കടയിൽ നിന്നും വാങ്ങിക്കാറില്ല. അതുകൊണ്ടാണ് ഷാ ബേക്കറിയും ഷായയും ഷീയൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്തത്. പിന്നീടാണ് സെബാസ്റ്റ്യൻ മുന്നേക്കലിൻ്റെ വീഡിയോ എന്ന് മനസ്സിലായത് എന്താണ്, ഈ സാധാരണ നോൺ മുസ്ലിംസ് കൊടുക്കുന്ന ആളുകളുടെ ധനമെല്ലാം അവർ ആയുധം ഉപയോഗിക്കാനും ബോംബും ടൈം ബോംബും മേടിക്കാനും കഴുത്തി കെട്ടി വെച്ച് ചാവാനൊക്കെയാണ് ഇന്ത്യക്കെതിരെ ആണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൊടുത്ത പണം കൊണ്ട് അവരങ്ങനെ എന്ത് ചെയ്യണ്ട, ജിഹാദി ഫണ്ട് കൂട്ടണ്ട. അതുകൊണ്ടാണ് മുസ്ലിം കടകൾ അവോയ്ഡ് ചെയ്യുന്നത്. ആ വ്യക്തികളോട് വിരോധം ഉണ്ടായിട്ടല്ല, അവരുടെ കിതാബ് പ്രശ്നമാണ്. കുറച്ച് വൈറസുള്ള കിതാബാണ്. അത് ഫോളോ ചെയ്യുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ ക്രിസ്ത്യാനികളെന്നും ഹിന്ദുക്കളെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവർ കാണുമ്പോൾ ചിരിച്ചിരിക്കും. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം എങ്ങനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പാകിസ്ഥാൻ പോലെയും അഫ്ഗാനിസ്ഥാൻ പോലെയും താലിബാൻ പോലെയൊക്കെ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ സ്ത്രീകളെ തലവഴി കൂടെ മറ്റേ പിന്നെ ഒരു തരം കുപ്പായി ഒടിപ്പിച്ച് മനസ്സിലായാലും പിന്നെ എൻ്റെ പൊന്നുവനെ പറയുന്നതെന്ന് തോന്നല്ലേ, 1979 പണ്ടത്തെ ആൻറ്റിമാരൊക്കെ എന്ത് ഫ്രീ ഡ്രസ്സിങ് ആയിട്ടോടെ പോയെന്നറിയോ, നല്ല സ്റ്റൈലിഷ് ആയിരുന്നു. ശേഷം വന്ന ഒരു മുസ്ലിം ഭരണാധികാരി അവരെ ഒതുക്കിക്കളഞ്ഞിടാ. കാണുമ്പോൾ വിഷമം തോന്നും. നമ്മളറിയാം ആൻറ്റി ഈ കോലമായ ആൻറ്റി. അപ്പോൾ ആൻറ്റിയാണെങ്കിൽ പറയും, എൻ്റെ പൊന്നുമോനെടാ അഭിലാഷേ, ഈ ഭരണം മാറിയടേ, നമ്മളൊക്കെ പണ്ട് ഏത് രൂപത്തിലായിരുന്നടാ മക്കളെ എന്നൊക്കെ പറയുമായിരുന്നു.
എനിക്ക് ഈ ചരിത്രം അറിഞ്ഞുകൂടായിരുന്നു മോനെ. 2020 വരെയും അറിയാമല്ലോ മോൻ ആ വാഹിദങ്ങളുടെ കട അറിഞ്ഞൂടെ, എന്തുമാത്രം സർബത്ത്, എന്തുമാത്രം 5 സ്റ്റാർ. ഇപ്പം ചോദിച്ചു നോക്ക്, ചിലർ ചോദിക്കുന്നു ഇയാൾ 6 വർഷമായിട്ട് എവിടെ പോയിക്കുന്നതെന്ന് അറിയുന്നു. അങ്ങനെ ഒരാളെ ഈ പരിസരത്ത് പോലും കാണുമ്പോൾ ഒന്ന് ചിരിക്കും, അത്ര തന്നെ. അതാണ്ടിങ്ങനെ അതും ഒരുമാതിരി നമ്മളതാണ്ടിങ്ങനെ അങ്കളെ തീർന്നു, അത്രയേ ഉള്ളൂ. പിണക്കൊന്നുമില്ല. ഇതാരത് തീർന്നു. നമ്മൾ അകറ്റി. പിന്നെ കൂടുതലും മേടിക്കുന്നത് ഈ പിന്നെ അണ്ണാച്ചിമാരുടെയോ അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടോ ഇത്തിരി ചന്ദനക്കുറിയുള്ളവരുടെ കടയിൽ നിന്നൊക്കെയാണ് മേടിക്കുന്നത്. കാരണം അവരാകുമ്പോൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യില്ലല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾ നടത്തുന്നതാണോ ഹലാലാണോ എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം മേടിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അധികം വലിയ പ്രശ്നങ്ങളില്ല. കാരണം പിന്നെ അച്ചോട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, പ്രവീൺ സാർ. അദ്ദേഹം ഇതുപോലെയൊക്കെ ഇപ്പം എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങൾ പുള്ളിക്ക് ബോഡിയിലുണ്ട്. അപ്പം നമ്മളമ്മി കണ്ടിട്ട് തന്നെ എത്ര കാലമായി? എന്നെക്കാളും ഒരു 2 മാസം കേട്ടോ മൂത്തത്. ഇല്ല 50 ആയില്ലടാ, 47 സംതി. നിൻ്റെ അമ്മയും ഞാനും തമ്മിൽ 5 മാസം. ഞാനും പ്രവീൺ സാറും തമ്മിൽ പുള്ളിക്കാരൻ സീനിയറാണ്. ഞാൻ ഡിസംബർ 16 പുള്ളി ഒക്ടോബർ 16. പുള്ളി ഇപ്പോൾ ലോട്ടറി കച്ചവടവും സംതിങ് ഒക്കെ. വേറെ കാര്യമുണ്ടേ, ഒരു 45 കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്കൂളിലും ഈ താടിയിൽ നരയും തലമുടി നരയും വീണവരെയോ അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ ഈ ബുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, അങ്ങനെ പ്രായമുള്ളവരൊന്നും അത്യാവശ്യമായിട്ടും സ്ത്രീകളെ എടുക്കുന്നില്ല, പുരുഷന്മാരെ എടുക്കുന്നില്ല. അതുകൊണ്ട് ചില ആളുകൾ ലോട്ടറി കച്ചവടത്തിനൊക്കെ പോയി. പിന്നെ കിട്ടിയാൽ കിട്ടി. പിന്നെ ആകെ ഇതുള്ളത് നോർത്ത് ഇന്ത്യയിലോ കേരളം വിട്ടു പോകുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഞാനും കേരളം വിട്ടുപോയത്. പിന്നെ ഇവിടുത്തെ സ്ഥിരം അപ്പോൾ അവർ ഷോ യുവർ ഡോക്യുമെൻ്റ് എന്ന് കാണിക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്ന് അവരങ്ങ് എടുക്കൂലേ? പക്ഷെ അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ മനുഷ്യന് വേറെ രോഗങ്ങൾ വരത്തില്ല. പിന്നെ ചില ആളുകൾ ചിക്കനിലൊക്കെ ചേർക്കുന്ന ആ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ കണ്ടാൽ നമ്മൾ സഹിക്കത്തില്ല. അവർക്ക് ജനങ്ങളുടെ ആരോഗ്യത്തിലല്ല മോനെ ശ്രദ്ധ, അവർക്കറിയാം. പിന്നെ മോനറിയാമോ, നെയ്യും തേനും കൂടെ ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. അത് 1-ാം തരം വിഷമാണ്. കെമിക്കലായിട്ട് എടുത്ത് നോക്കി, ഗൂഗിൾ ടൈപ്പ് ചെയ്ത് നോക്കും. നെയ്യും തേനും ഈക്വൽ അമൗണ്ടിൽ കഴിക്കാൻ പാടില്ല. പിന്നെ തേൻ ചൂടാക്കി കഴിക്കാൻ പാടില്ല. തേൻ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കുക, അതിനകത്തൊരു എൻസൈമുണ്ട്. ലിയോ ലൂക്കൊക്കെ ചുമ്മാതല്ല ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഭക്ഷണ വർജനമെന്നല്ല ഞാൻ പറയുന്നത്. തേൻ ചൂടാക്കി കഴിച്ചാൽ അതിനകത്തൊരു എൻസൈമുണ്ട്. ആ എൻസൈം അങ്ങ് നശിക്കും. പിന്നെ അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇളം ചൂടുവെള്ളത്തിൽ കഴിക്കാം തേൻ. അധികം ചൂടിലാവുമ്പോഴത്തേക്കും ആ എൻസൈമൊക്കെ നശിച്ച് ഒരു തരം പോയിസൺ ഉണ്ടാവും. പിന്നെ അർദ്ധരാത്രി 12 മണിക്കൊക്കെ തൈര് കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് ഡൈജഷൻ ആവും, പക്ഷേ കഫം കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ കുടിച്ചതില്ലെങ്കിൽ കുറച്ചെടുത്ത് ചൂടാക്കിയിട്ട് അല്പം കുരുമുളകും മഞ്ഞളും കൂടെ ചേർത്ത് കുടിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ കടകളിലൊക്കെ പിന്നെ മിൽക്ക് പ്ലസ് ഫ്രൂട്ട്സ് അതൊരു നല്ല കോമ്പിനേഷൻ ആണെന്ന് ചോദിച്ചാൽ അല്ല. കാരണം മിൽക്ക് എന്ന് പറഞ്ഞാൽ ലാക്റ്റിക് ആസിഡാണ്. സ്ട്രോബെറിയിലകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ സിട്രസ് ഫ്രൂട്ടുള്ള സിട്രിക് ആസിഡാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്ത് ചെയ്യും, ഇത് വയറ്റിലെത്തുമ്പോൾ തന്നെ പാലങ്ങ് പിരിയും. പാല് വരുമ്പോൾ ഡൈജഷനെ ബാധിക്കും. ഡൈജഷനെ ബാധിക്കുമ്പോൾ ഹോർമോണിനെയും ബോഡീനെയും ബാധിക്കും. അത് ബോഡിയുടെ ഹെൽത്തിനെ ക്രമേണ സ്ലോ പോയിസൺ പോലെ ബാധിക്കും. വല്ലപ്പോഴും ഒരു കൊതിക്ക് വേണമെങ്കിൽ മുസ്ലിം അല്ലാത്ത ഏതെങ്കിലും ആളുകളുടെ കടയിൽ നിന്ന് വേണമെങ്കിൽ ഒരു ഗ്ലാസ് വരെയാണ്. പക്ഷേ അത് പതിവാക്കി കഴിഞ്ഞാൽ മനുഷ്യന് ചിലപ്പോൾ എന്ത് ചെയ്യാം, അതും തണുപ്പ് സൈനസൈറ്റിസിൻ്റെ ഇതും കൂടെ ആകുമ്പോൾ കഫം പിന്നെ മാറാതെയാണ് കുടിക്കുന്നതെങ്കിൽ ഈ ബോഡിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചില ലിമിറ്റേഷൻ ഉണ്ടാവും, ക്രൈസിനെ മാറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചിലത് ചൂടാക്കിയും ചിലതിന് ശേഷം ചിലതിൻ്റെ കൂടെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നിൻ്റെ അമ്മ പറഞ്ഞാൽ നമ്മളിപ്പം മോൻ തന്നെ ഒരു കല്യാണത്തിന് പോയി പെട്ടെന്നൊരു ഐസ്ക്രീം കഴിച്ചോ. പക്ഷേ ആ കഴിച്ച ശേഷം എന്ത് ചെയ്യണം, ഓടി തന്നെ അടുത്ത ഒരു അങ്ങളെ ആൻറ്റി 2 ഗ്ലാസ് കാപ്പി, കടുത്ത കാപ്പി, നല്ല ചൂട് കാപ്പി, ചൂടുവെള്ളം. അതെങ്ങനെ ചുമ്മാ കുടിക്കുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ ഗാഗിൾ ചെയ്തിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്യണം. അങ്ങനെയാകുമ്പം ഈ തണുപ്പ് കഴിച്ചതും ക്യാൻസലായി പോകും. അങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടി കഴിക്കാം, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ വരാതെ ഒരുപാട് കാലം എന്ത് ചെയ്യും, ആരോഗ്യത്തോടെ ജീവിക്കാം. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ്, മനസ്സിലായില്ലേ? അപ്പോൾ മോൻ ചോദിക്കും, ജിംനേഷ്യത്തിലേക്ക് പോയി നല്ല വെയിറ്റൊക്കെ എടുക്കുന്നവർ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു വന്നു. ഇങ്ങോട്ടോക്ക്, നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും നല്ല ഇങ്ങോട്ടൊക്കെ ആദ്യം എഴുന്നേറ്റിട്ട് ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. 3 മിനിറ്റ് ഇരിക്കുമ്പോഴേ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവും. നല്ലതാണ്. എയർലി ടു ബെഡ് ആൻഡ് എയർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ് എന്നാണ് പറയുന്നത്. പക്ഷേ എഴുന്നേറ്റ് ചാടിയും എഴുന്നേറ്റാണെങ്കിൽ കുറച്ച് നേരം കസേര ഇരുന്നിട്ട് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇരുന്നിട്ട് ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് യൂറിനേഷന് പോകണം. അതുമല്ല, കഫമാണെങ്കിലും യൂറിനാണെങ്കിലും നമ്പർ 2 ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും വച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് പോയി എന്ത് ചെയ്യണം, കാര്യം സാധിക്കുക, ഇനി പോരുക. അവിടെ ചെന്ന് പിന്നെ കുറേ നേരം കളിച്ച് മറ്റേ എരുമ കറങ്ങും പോലെ കറങ്ങുന്നോ, പോത്ത് കറങ്ങും പോലെ കറങ്ങുന്നോ, കാളവണ്ടി കറങ്ങും പോലെ കറങ്ങുന്നോ, അങ്ങനെയൊക്കെ നോക്കാൻ വേറെ സമയമുണ്ട്. പക്ഷേ അടുത്ത്
പിന്നെ കൊതുകും കൂടെ ഉണ്ടോയെന്നൊക്കെ നോക്കണം. ചില സമയത്ത് അങ്ങനെയൊന്നും കറക്കം നോക്കാതെ പെട്ടെന്ന് വെള്ളം തുറന്നു കൊടുക്കുക, കഴുകുക കഴിഞ്ഞ് വരിക. അടുത്ത കാര്യം നോക്കുക. രാത്രിയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയാൻ വേണ്ട. കാരണം നമുക്ക് കാണാൻ ഒക്കൂലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. മുടിയൊക്കെ ഉണങ്ങല്ലേ? ആ, മനസ്സിലായി. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ ഞാൻ റെപ്രസെൻറ്റേഷൻ 3D 2D കഴിഞ്ഞിട്ട് ഇനി പെരിമീറ്റർ ഉണ്ടല്ലോ. അത് ഞാൻ വേറെ ദിവസം പറഞ്ഞു. സർക്കിളൊക്കെ ഉണ്ടാക്കുന്നത്. ആ, ടീച്ചർ ഇത് സ്കിപ്പ് ചെയ്താണ് ഇപ്പോൾ ഡേറ്റ ഹാൻഡ്ലിങ്ങോട്ട് പോയത്. അപ്പോൾ ക്രൈസിസസ് നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ രക്ഷിച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ പോകുമ്പോൾ യാതൊരു ഭയമില്ല ജീവിക്കും. നമ്മൾ